ജനം ഡിബേറ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. മലയാള സിനിമാ മേഖലയിൽ അനൗദ്യോഗികമായി ഉപയോഗിക്കപ്പെടുന്ന ഒരു പദമാണ് മട്ടാഞ്ചേരി മാഫിയ. സിനിമാ രംഗത്തെ ചിലർ ഉപയോഗിക്കുന്ന സ്വാധീനവും അധികാരവും പരസ്യമായ രഹസ്യമാണ്. ഇക്കഴിഞ്ഞ ദിവസത്തെ നടൻ ഷൈൻ ടോം ചാക്കോയുടെ വിഷയത്തോടെ മട്ടാഞ്ചേരി മാഫിയ വീണ്ടും ചർച്ചാ വിഷയമാകുകയാണ്. അധികാര കേന്ദ്രീകരണം എന്നതിലുപരി ലഹരി എന്ന മാരക വിപത്തിനെ ഇവർ സിനിമാ മേഖലയിലൂടെ പൊതുസമൂഹത്തിൻ്റെ നാഡികളിലേക്ക് വ്യാപിപ്പിക്കുന്ന ഗൂഢമായ നീക്കം കൂടി നടത്തുന്നുണ്ടോ എന്നതാണ് ഇവിടെ ചർച്ചാ വിഷയം. ജനം ഡിബേറ്റ് പരിശോധിക്കുന്നു: ലഹരി പരസ്യം സിനിമ വഴിയോ, സിനിമാ മേഖലയിൽ ഡ്രഗ് സിൻഡിക്കേറ്റോ? ഇന്ന് ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചർച്ചയിൽ ചേരുന്ന അതിഥികൾ: BJP പ്രതിനിധിയായി അഡ്വക്കേറ്റ് TS ഉല്ലാസ് ബാബു, തിരക്കഥാകൃത്ത് AK സന്തോഷ്, അദ്ദേഹത്തെ ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നു, ആക്ടിവിസ്റ്റ് രാഹുൽ ഈശ്വർ, ഒപ്പം സാമൂഹ്യ നിരീക്ഷകൻ MK ഹരിദാസ് എന്നിവരാണ്. അതിഥികൾക്കും പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം ശ്രീ MK ഹരിദാസിലേക്ക്. ശ്രീ ഹരിദാസ്, ഇവിടെ മട്ടാഞ്ചേരി മാഫിയ എന്നുള്ളത് ഒരു അനൗദ്യോഗിക പദമാണെങ്കിൽ പോലും ഇവരുടെ കയ്യിൽ തന്നെയാണ് സിനിമാ മേഖല എന്നുള്ളതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട്. ഇത് ആരൊക്കെയാണ് കൈകാര്യം ചെയ്യുന്നത്, ആരൊക്കെയാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്നൊക്കെ അഭ്യൂഹങ്ങളായി പല പേരുകൾ പറയുന്നുണ്ടെങ്കിൽ പോലും സിനിമാ മേഖലയിൽ ചില കാര്യങ്ങൾ ഇവരുടെ നിയന്ത്രണത്തിലാണ് എന്ന് പറയായിക വയ്യ. പ്രത്യേകിച്ച് അധികാരം, സ്വാധീനം ഇതൊക്കെ നിശ്ചയിക്കപ്പെടുന്നതിലും മാരകമാണ് ഇപ്പോൾ ഈ ലഹരി ഉപയോഗത്തിലും ഇവരുടെ ചില കരങ്ങളുണ്ട് എന്നുള്ള വെളിപ്പെടുത്തലുകൾ വരുന്നത്. ഈ അടുത്ത ദിവസം നടൻ ഷൈൻ ടോം ചാക്കോയുടെ മൊഴിയിൽ നിന്നും മനസ്സിലാക്കുന്നതും ലഹരി കൈമാറിയതടക്കമുള്ള ഷാജിർ അടക്കമുള്ളവർ ഈ സംഘാംഗമാണ് എന്നുള്ളതാണ്. ശരിക്കും ഈ മട്ടാഞ്ചേരി മാഫിയ ഉണ്ടോ? അത് സിനിമാ മേഖലയിലെ ഒരു നിർണായക സ്വാധീന ശക്തിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇത്തരം ഒരു ശക്തിയെ, അല്ലെങ്കിൽ ഇത്തരത്തിൽ നമ്മളിപ്പോ ഈ കേട്ടറിഞ്ഞിട്ടുള്ള വിവരങ്ങൾ വെച്ചിട്ടുള്ള ശക്തിയെ മട്ടാഞ്ചേരി മാഫിയാന്നോ അല്ലെങ്കിൽ തോപ്പുംപടി മാഫിയാന്നോ നമുക്ക് എന്ത് വേണമെങ്കിലും വിളിക്കാം. പക്ഷെ ആ ഒരു ശക്തി മലയാള സിനിമാ മേഖലയെ ബാഹ്യമായിട്ട് അവർ പുറത്തു നിന്നുകൊണ്ട് അവരുടെ നിയന്ത്രണത്തിലാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇതിപ്പോ ഇന്നും ഇന്നലെയും തുടങ്ങിയിട്ടുള്ളതല്ല. ഇപ്പൊ ഞാൻ രോഹിണിയോട് 10 വർഷം മുമ്പ് കേരളമില്ലേ, കേരളത്തിൽ സിനിമയില്ലേ, സിനിമ ഷൂട്ടിങ്ങുകളില്ലേ, നായകന്മാരില്ലേ, നായികമാരില്ലേ? നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഈ വിധത്തിലുള്ള ഈ ലഹരി ഉപയോഗത്തെ കുറിച്ചിട്ടും അതുമാതിരി തന്നെ ലഹരിയുടെ ഉപയോഗം ഒന്നോ രണ്ടോ നടന്മാരിൽ കേന്ദ്രീകരിക്കുന്ന കാര്യത്തെ കുറിച്ചിട്ടും 10 വർഷം മുമ്പ് ഞാൻ കേട്ടിട്ടില്ല. 2017 വിവരാവകാശ നിയമപ്രകാരം എനിക്ക് നർക്കോട്ടിക് സെല്ലിൽ നിന്ന് കിട്ടിയ വിവരപ്രകാരം 8,000 കിലോ കഞ്ചാവാണ് അതിന്റെ മുൻപത്തെ വർഷം 16-17 കാലഘട്ടത്തിൽ പിടികൂടപ്പെട്ടിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. 2020-21 ഈ സംഗതി 37,000 കിലോയായിട്ട് വർദ്ധിച്ചു എന്നാണ് പറയുന്നത് കഞ്ചാവിന്റെ കേരളത്തിൽ പിടികൂടപ്പെട്ടത്. അപ്പൊ പിടികൂടാതെ പുറത്തേക്ക് ഒഴുകിയതിന്റെ കണക്ക് നോക്കിക്കഴിഞ്ഞാലാണ് നമ്മൾ ഞെട്ടുക. കാരണം കേവലം 2-3% ഈ സിന്തറ്റിക് ലഹരി ആയാലും ഈ കഞ്ചാവായാലും പിടികൂടപ്പെടുന്നത് 2-3% മാത്രമാണ്. ബാക്കിയൊക്കെ സുഗമമായിട്ട് വിറ്റഴിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് കേരളം വരാനുണ്ടായ സാഹചര്യം നമ്മൾ വിലയിരുത്തണം. അപ്പൊ 10 വർഷം മുമ്പ് കേരളമുണ്ട്, മലയാള സിനിമയുണ്ട്, സിനിമാ നടന്മാരുണ്ട്. ഒരു പക്ഷേ ഈ ഷൈൻ ടോം ചാക്കോയെ പോലെയുള്ള അല്ലെങ്കിൽ ശ്രീനാഥ് ബാസിയെ പോലുള്ളവർ സജീവമായിരിക്കുകയില്ല. പക്ഷെ ഇതൊക്കെ ഉണ്ടായിട്ട് നമ്മൾ ആരും കേട്ടിട്ടില്ല ഇങ്ങനെ സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടുള്ള അവസ്ഥ വരികയും നടിമാരെ കയറി പിടിക്കാനും അവരെ അശ്ലീലകരമായിട്ടുള്ള സംഭാഷണത്തിലൂടെ അവരെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതൊന്നും നമ്മൾ ഈ 10 വർഷം മുമ്പ് കേട്ടിട്ടില്ല. അപ്പൊ ഇവിടെ ഗുണഭോക്താക്കളായിട്ട് യഥാർത്ഥത്തിൽ മാറിയിട്ടുള്ളത് ആരാണ് ഈ ലഹരി എന്ന് പറയുന്ന പദത്തിന്റെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സർക്കാരിലേക്ക് എത്തിപ്പെടേണ്ട വിധത്തിലാണ് എനിക്കിതിൽ സംസാരിക്കാൻ പറ്റുള്ളൂ. സർക്കാരിന്റെ വീഴ്ച കൊണ്ടാണ് കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിൽ ഇത്രയധികം ലഹരിയുടെ വിൽപ്പനയും ഉപയോഗവുമുള്ള ഒരു ഹബ്ബായിട്ട് മറ്റ് സംസ്ഥാനങ്ങളെ താരതമ്യം ചെയ്യുമ്പോൾ സാംസ്കാരികമായിട്ട് വളരെയധികം മുൻപാണെന്ന് അഹങ്കരിക്കുന്ന നമുക്ക് കഴിഞ്ഞ 10 വർഷമായിട്ടുള്ള വളരെ മോശപ്പെട്ട ഒരു പേരാണ് ഈ ലഹരിയുടെ പേരിലെങ്കിൽ അതിന്റെ പരിപൂർണമായ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിലേക്കാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. സംസ്ഥാന സർക്കാരിന്റെ ഏകോപനമില്ലായ്മ, വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനമില്ലായ്മ നമുക്ക് ഈ ലഹരി പിടികൂടുമ്പോഴൊക്കെ നമുക്കറിയാം. അതിന് അങ്ങനെ പറയുമ്പോൾ വലിയൊരു കാര്യം നമ്മൾ സംസാരിക്കണം. ഇവിടെ നമ്മളെ 2.5 വർഷം ഭരിച്ച ഒരു മന്ത്രി
ജനാധിപത്യപരമായിട്ടുള്ള അവകാശമാണ് അദ്ദേഹം MLA ആയാൽ നമ്മളെ ഭരിക്കാൻ എന്നുള്ളതുണ്ടെങ്കിൽ പോലും 2.5 വർഷം ക്രിമിനൽ കേസിൽ, അതായത് തൊണ്ടി മുതൽ മാറ്റിയ കേസിലെ ഒരു പ്രതിയായ ആന്റണി രാജു എന്ന് പറയുന്ന ഒരു മന്ത്രി നമ്മളെ ഭരിച്ച സംസ്ഥാനമാണ് കേരളം. എന്ത് തിടുക്കക്കേടിന്റെ കേടിലാണ് ഈ ഇത്തരത്തിൽ സസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് മന്ത്രിസ്ഥാനം കൊടുത്തിട്ട് കേരളത്തിലെ ജനങ്ങളെ ഭരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴുള്ള ഈ സർക്കാരിനെ നിയന്ത്രിക്കുന്നവർ തയ്യാറായത് എന്നുള്ള ചോദ്യം പ്രസക്തമാകുന്നത്. അദ്ദേഹം അല്ലാതായ ശേഷം ആ കേസ് സുപ്രീം കോടതിയിൽ എത്തിയപ്പോൾ സുപ്രീം കോടതി ആ കേസ് തള്ളണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം. തള്ളില്ല. കാരണം ഇതിൽ ശക്തമായിട്ടുള്ള തെളിവ് ഇദ്ദേഹത്തിനെതിരായിട്ടുണ്ട്. ഈ കേസ് വിചാരണ ചെയ്യപ്പെടണം എന്ന് പറഞ്ഞതോട് കൂടിയിട്ട് എനിക്ക് അപമാനമാണ്. 2.5 വർഷം എന്നെ ഭരിച്ച ഒരു ക്രിമിനൽ, അതും തൊണ്ടി മുതൽ, ഒരു വിദേശിക്ക് വേണ്ടിയുള്ള തൊണ്ടി മുതൽ മാറ്റാൻ വേണ്ടിയിട്ട് പ്രേരക ഘടകമായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണകാലത്താണ് എന്ന് പറയുമ്പോൾ അത് മൊത്തത്തിൽ കേരളത്തിന് അപമാനകരമായിട്ടുള്ളൊരു സംഗതിയായിരുന്നു. ഇനി രോഹിണി ചോദിച്ച ചോദ്യത്തിലെ ഈ ബാഹ്യ നിയന്ത്രണ ശക്തി, അത് മട്ടാഞ്ചേരി മാഫിയ, അത് മട്ടാഞ്ചേരി മാഫിയയിലൊന്നും ഒതുങ്ങുന്ന ഒരു സംഗതിയല്ല ഈ പറയുന്ന നിയന്ത്രണ ശക്തി. ഒരുപാട് പേരുകൾ അതിന് വരാമെങ്കിലും ആ മട്ടാഞ്ചേരി മാഫിയയുടെ നിയന്ത്രണത്തിലുള്ള സമയത്ത് ഇവിടെ ചക്കരപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് മട്ടാഞ്ചേരിയിൽ നിന്നോ ഇടക്കൊച്ചിയിൽ നിന്നോ പാർട്ടി കഴിഞ്ഞു വരികയായിരുന്ന 2 20 വയസ്സായ മോഡലുകൾ ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ടു. ആ മരണപ്പെട്ട കേസിന്റെ അന്വേഷണം ചെന്നെത്തി നിന്നത് ഈ മട്ടാഞ്ചേരി മാഫിയയിലോ ഈ കൊച്ചി മാഫിയയിലോ ആണ് ചെന്നെത്തി നിന്നത്. കാരണം ഒരു എന്താ പറയുക, ലഹരി ഉപയോഗ പാർട്ടി കഴിഞ്ഞിട്ട് വരികയായിരുന്നു അവർ. അവരുടെ വാഹനം ഓടിച്ച വ്യക്തി ലഹരി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ കേസൊക്കെ ഒതുക്കി തീർത്ത് ചില നിയന്ത്രിത വ്യക്തികളിലേക്ക് ആ കേസിന്റെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ആ കേസ് കോടതിയിലേക്ക് എത്തി എന്നുള്ളതല്ലാതെ എന്തുകൊണ്ടാണ് ഈ 2 പെൺകുട്ടികൾ, അവർ കൊടുങ്ങല്ലൂരുള്ളവരായിരുന്നു, നല്ല കുടുംബത്തിൽ ജനിച്ചിട്ടുള്ള നല്ല മാതാപിതാക്കളുടെ മക്കളായിരുന്നു, പക്ഷെ ഇവരൊക്കെ എങ്ങനെ ഈ കൊച്ചിയിലെ ഈ പാർട്ടിയിലേക്ക് എത്തിപ്പെട്ടു എന്നുള്ളത് ഇവിടെ യാതൊരു വിധത്തിലും ഒരു തുമ്പും തെളിവും നമ്മളെ പോലുള്ളവർക്കും നിങ്ങൾ മാധ്യമങ്ങൾക്ക് കിട്ടിയാലാണ് നമുക്ക് കിട്ടുക. നമുക്കൊന്നും അറിയാൻ കഴിഞ്ഞില്ല. ഇവിടെ ഒരു തരക്കേടില്ലാത്തൊരു സംവിധായകനും അദ്ദേഹത്തിന്റെ നടിയായ ഭാര്യയും കൂട്ടിയിട്ട് മാസത്തിലൊരിക്കൽ അവരുടെ വീട്ടിൽ നടത്തുന്ന ലഹരി പാർട്ടിയെ കുറിച്ചിട്ട് മാധ്യമങ്ങളും യൂട്യൂബ് ഈ ഓൺലൈൻ ചാനലുകളും ശക്തമായിട്ട് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തുണ്ടായിട്ടുണ്ട്? ഒന്നുമില്ല. കാരണം ആ സംവിധായകൻ ഇടതുപക്ഷത്തിന്റെ ഒരു ശബ്ദിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളതിന്റെ പേരിലായിരിക്കണം ഒരു അന്വേഷണവും അതിനെക്കുറിച്ച് നടന്നിട്ടില്ല. ഒരു അന്വേഷണത്തിന്റെ തുമ്പുമില്ല. ഇവരിലെ ഒന്ന് ചോദ്യം ചെയ്യാൻ പോലും ഇവിടുത്തെ നാർക്കോട്ടിക് സെല്ലോ ഇവിടുത്തെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റോ ഇവിടുത്തെ പോലീസോ അവരെ വിളിപ്പിച്ചിട്ടില്ല. അപ്പൊ ഇത്തരത്തിൽ ഒറ്റപ്പെട്ട സംഭവങ്ങളായിട്ട് നമ്മൾ കാണുന്ന ഇത്തരം വിഷയങ്ങളൊക്കെ എത്തിച്ചെന്ന് നിൽക്കുന്നത് ഒരു മട്ടാഞ്ചേരി മാഫിയയിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒതുക്കാൻ പോലീസിന് വളരെയധികം എളുപ്പമുള്ള സംഗതിയാണ്. പക്ഷെ പോലീസ് എന്തുകൊണ്ട്, അല്ലെങ്കിൽ നാർക്കോട്ടിക് സെൽ എന്തുകൊണ്ട്, അല്ലെങ്കിൽ എക്സൈസ് വകുപ്പ് എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 3 കൂട്ടരുടെയും ഒരു ഏകോപനം ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനെ ചെയ്യാൻ സാധിക്കുള്ളൂ. ഒരു റിട്ടയർ ചെയ്തിട്ടുള്ള ഒരു DYSP എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്, ഈ മട്ടാഞ്ചേരി മാഫിയയുടെ ഈ സംഗതി അവസാനിപ്പിക്കാൻ ഇവിടുത്തെ പോലീസും നാർക്കോട്ടിക് സെല്ലും എക്സൈസ് ഡിപ്പാർട്ട്മെന്റും കൂടി കൈകോർത്ത് കഴിഞ്ഞാൽ സാധിക്കും. പക്ഷെ അതിന് സാധിക്കുന്നില്ല. കാരണം എന്താ? പല സമയത്തും റെയ്ഡിന് പോലീസ് ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ എക്സൈസിൽ ഈ പോലീസിലെ തന്നെ ഈ ഒറ്റ വിഭാഗം എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന് വിവരം കൊടുക്കും. അവർ അത് നേരിട്ടിട്ട് ഇവരിലേക്ക് എത്തിക്കും. അങ്ങനെ ആ റെയ്ഡ് പാളിപ്പോവും. ഈ ഷൈൻ ടോം ചാക്കോ ഇറങ്ങി ഓടിയ സാഹചര്യം എങ്ങനെയാണ് അദ്ദേഹം റെയ്ഡിനെ കുറിച്ച് മുൻകൂട്ടിയിട്ട് അറിഞ്ഞത് എന്നുള്ളതൊക്കെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അപ്പോ ഈ ലഹരി ഒരു എന്താ പറയേണ്ടത്, മാരകമായ ഒരു പകർച്ചവ്യാധി പോലെ ഏകദേശം താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ കോവിഡിനേക്കാൾ ഭീകരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തില് കോവിഡിനെ നിത്യേന വൈകിട്ട് 6 മണിക്ക് പത്രസമ്മേളനം വിളിച്ചിട്ട് കോവിഡ് നിയന്ത്രണങ്ങളുടെ കാര്യം വാചാലമായി പറഞ്ഞിരുന്ന ഒരു മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരിക്കുന്ന ഈ സംസ്ഥാനത്ത് കോവിഡിനേക്കാൾ മാരകമായിട്ട് ഇവിടെ ഈ ലഹരി വസ്തുക്കളുടെ ഉപയോഗം സ്കൂൾ വിദ്യാർത്ഥികൾ തൊട്ടിട്ട് അങ്ങോട്ട് മേലേക്ക് പടർന്ന് വ്യാപിച്ചിട്ട് സർക്കാർ കേവലം ഗാലറിയിലിരുന്ന് കളി കാണുന്ന വ്യക്തികളെ പോലെ ഈ സംഗതി കണ്ട് ആസ്വദിക്കുന്ന ഒരു അവസ്ഥയാണ് കേരളത്തിൽ നിലവിലുള്ളതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ശ്രീ TS ഉല്ലാസ് ബാബു, കേരളത്തെ വല്ലാതെ ലഹരി കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം യുവത്വത്തെ സിനിമകൾ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത്. ഇപ്പോഴത്തെ ഒട്ടുമിക്ക സിനിമകളിലും ലഹരി ഉപയോഗം അത് അനിയന്ത്രിതമായി തന്നെ ചിത്രീകരിക്കുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. അത് പണ്ടൊക്കെ വില്ലന്മാരാണ് ഉപയോഗിച്ചിരുന്നതെങ്കിൽ
ഇപ്പോൾ നായകനും അത് ഉപയോഗിക്കുന്ന ഒരു രീതി തിരക്കഥയിലേക്ക് വളരെ ബോധപൂർവം കൊണ്ടുചെന്നെത്തിക്കുന്ന ഒരു പ്രവണത നമ്മൾ കാണുന്നുണ്ട്. ഇത്തരത്തിൽ ഈ സിനിമകളുടെ തിരക്കഥയിലും അല്ലെങ്കിൽ നായക പരിവേഷം നടത്തുന്ന ആളൊക്കെ ഇങ്ങനെ ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ വലിയ ഹീറോയിസമാണ് എന്നുള്ളത് യുവതയിലേക്ക് മെല്ലെ മെല്ലെ അടിച്ചേൽപ്പിക്കുന്ന ഒരു മാഫിയ സംഘം വളരെ ബോധപൂർവം തന്നെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തന്നെയാണോ നമുക്ക് മനസ്സിലാക്കേണ്ടത്? അല്ല രോഹിണി, ഇതിന് നമ്മളൊരു കാര്യം ചെയ്യേണ്ടത്, ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇതൊരു മേഖല മാത്രം കൈയടക്കിയ വിഷയമല്ലല്ലോ. കേരളത്തിൽ ഇന്ന് അനുഭവിച്ചു വരുന്ന അല്ലെങ്കിൽ ഇന്ന് പ്രയാസമുണ്ടാക്കുന്ന ഏറ്റവും വലിയ വിഷയമാണ് ലഹരിയുടെ ഉപയോഗം എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ അതിന് 3 തലങ്ങളിൽ ചർച്ച ചെയ്യണം. എന്താണ്? ഒന്ന്, ഇതിൻ്റെ ഈ വിഷയം സാംസ്കാരിക മേഖലകളെ തകർക്കുന്ന രീതിയിലേക്ക് ഇതിൻ്റെ കടന്നുകയറ്റം, സാമൂഹിക മേഖലയിൽ ഇത് തകർക്കുന്ന രീതിയിലേക്കുള്ള കടന്നുകയറ്റം, രാഷ്ട്രീയ രംഗത്ത് ഇതിൻ്റെ സംരക്ഷകരായി മാറുന്ന ഒരു വിഭാഗം ഭരണകർത്താക്കളുടെ കരുതലിനോടുകൂടി ഇവർ ഈ പ്രവൃത്തി നടത്തുന്ന ശൈലി, ഇത് 3ഉം ചർച്ച ചെയ്യണമല്ലോ. മലയാള സിനിമാ രംഗത്ത് മാത്രമായി ഇന്ന് കണ്ടുവരുന്ന പ്രത്യേകത എന്താണ്? മലയാള സിനിമാ രംഗത്ത് കാരവാൻ സംസ്കാരം വരുന്നു. പണ്ട് തെങ്ങിൻ്റെ അടിയിൽ കസാരയിട്ട് അല്ലെങ്കിൽ മരങ്ങൾക്കടിയിൽ കസാരയിട്ട് ഒരു കുടയും വെച്ചിരുന്നിരുന്ന ഒരു സിനിമാ സെറ്റുകൾ ഒരു കാലഘട്ടത്തുണ്ടായിരുന്നു. ആ കാലഘട്ടങ്ങളിൽ നിന്ന് അടച്ചിട്ട കാരവാൻ സംസ്കാരത്തിലേക്ക് വരുന്ന സമയത്ത് ആ സംസ്കാരം എന്താണ് അവിടെ ഉപയോഗിക്കുന്നത് എന്ന് ആരും എത്തി നോക്കുന്നില്ല. അല്ലെങ്കിൽ എത്തി നോക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ അവിടെ നടക്കുന്നത് ഈ ലഹരി പരിപാടിയാണ് എന്ന ബോധ്യം പുറത്തുള്ള ഈ സെറ്റിനകത്തുള്ള നിരവധി പേർക്കുണ്ടായിരിക്കെ, അതിൻ്റെ പ്രൊഡ്യൂസർക്കുണ്ടായിരിക്കെ, അതിൻ്റെ സംവിധായകന വിഷയം അറിഞ്ഞിരിക്കെ അവർ കണ്ണടയ്ക്കുന്നത് ആ നായകനോ അല്ലെങ്കിൽ ആ നടനോ അല്ലെങ്കിൽ അതിൻ്റെ പുറകിലുള്ള പിന്നണി പ്രവർത്തകരോടോ മാത്രമല്ല, ഒരു സമൂഹത്തെ നശിപ്പിക്കുന്ന പ്രവൃത്തിയിലേക്ക് മുന്നോട്ട് പോകുന്ന ഒരു ശൈലിയോടാണ് ആ വ്യക്തികൾ, അതറിയുന്ന വ്യക്തികൾ കണ്ണടയ്ക്കുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. സിനിമയുടെ സർഗാത്മകതയും നൈതികതയും സാംസ്കാരിക ശൈലിയും ഒക്കെ നഷ്ടപ്പെട്ടിട്ട് കുറേ കാലമായി. പക്ഷെ അതിനെക്കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് അത് രാഷ്ട്രീയ പാർട്ടികൾ ഇടപെട്ടാൽ അത് വർഗീയതയായി, അത് അജണ്ടയായി, അത് ഹിന്ദുവൽക്കരണമായി, അങ്ങനെ പലതും പറഞ്ഞ് അതിനെ പ്രതിരോധിക്കാനുള്ള ശ്രമം അവിടെ നടക്കും. പക്ഷെ സത്യത്തിൽ എന്താണ് നടക്കുന്നത്? ഇവിടെ സിനിമയുടെ സ്വഭാവം തന്നെ മാറ്റിമറിച്ചുകൊണ്ട് വയലൻസ് എന്ന് പറയപ്പെടുന്ന സ്വഭാവത്തിലേക്ക് സിനിമാ സംസ്കാരത്തെ കൊണ്ടെത്തിച്ചതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ശക്തികളുടെ പിന്നിലുള്ള വിഘടന ശക്തികൾ അല്ലെങ്കിൽ വിഘടന സ്വഭാവമുള്ള ആളുകൾ ആരൊക്കെയാണ് എന്നുള്ളത് കൃത്യമായി അന്വേഷിക്കണം. ഇതൊക്കെ വളർന്നു വരുന്ന യുവതലമുറയുടെ തലച്ചോറിനെ കൃത്യമായി നശിപ്പിച്ചുകൊണ്ട് ഭാവിയുടെ ലോകത്തേക്ക് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഒരു സംസ്ഥാനങ്ങളിൽ നിന്നും ചെറുപ്പക്കാർ വരേണ്ടതില്ല എന്ന് പറയപ്പെടുന്ന കൃത്യമായിട്ടുള്ള തീവ്രവാദ പ്രവർത്തനത്തിൻ്റെ ഭാഗം തന്നെയാണിത്. ആ തീവ്രവാദ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന നിരവധി ആളുകൾ സിനിമാ മേഖലകളിൽ ചുവടുറപ്പിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഇപ്പോൾ അത് ശരിയല്ല എന്ന് പറയപ്പെടുന്ന ഇവരുടെ സംഘടനകളൊക്കെ തിരിച്ചു വരുന്നുണ്ട്. ഇവരുടെ സംഘടനകൾക്ക് ഇത് അറിയാത്തതാണോ? ഇവരാരോടാണ് ഈ തമാശ പറയുന്നത്? ഇവർ പ്രൊഡ്യൂസേഴ്സ് ഇത് അറിയാത്തതാ? ഈ സംവിധായകർ അറിയാത്തതാ? ഇവർക്ക് എന്താണ് ആവശ്യം? ഇവർക്ക് വയലൻസ് ഉണ്ടാക്കണം, വിവാദം ഉണ്ടാക്കണം, അതിൻ്റെ പുറകിൽ കുറെ ഫാൻ ഫോളോവേഴ്സ് ഉണ്ടാക്കണം, അതിനകത്ത് കലാപം ഉണ്ടാക്കണം, അതിലൂടെ പണം നേടണം. നമ്മൾ കുറച്ചു കാലം മുന്നേ ചർച്ച ചെയ്തതാണല്ലോ, ഒരു മഹാസംഭവമായി കൊണ്ടുവന്ന ഒന്നുമല്ലാത്ത ഒരു ഓലപ്പാമ്പ് സിനിമയെക്കുറിച്ച് നമ്മൾ ഇവിടെ ചർച്ച ചെയ്ത എന്തായിരുന്നു ആ പുറകിലുണ്ടായിരുന്ന ഉദ്ദേശം? ആ ഉദ്ദേശം തന്നെ അതിനകത്ത് അനാവശ്യമായിട്ടുള്ള സമൂഹത്തിൽ വിഘടന സ്വഭാവം ഉണ്ടാക്കുന്ന ഒരു ചരിത്ര യാഥാർത്ഥ്യത്തെ തിരിച്ചുകൊണ്ട് അത് സമൂഹത്തിലേക്ക് അതിനെ തെറ്റായ രീതിയിൽ അവതരിപ്പിച്ചു. എന്തായിരുന്നു അവതരിപ്പിക്കുന്ന സമയത്ത് ആ പ്രൊഡ്യൂസറുടെയും ആ സ്ക്രിപ്റ്റ് റൈറ്ററുടെയും ആ സംവിധായകന്റെയും പുറകിലുള്ള ഉദ്ദേശം? ആ ഉദ്ദേശം കൃത്യമായി അവർ നടപ്പിലാക്കി രോഹിണി. ഇവിടെ ചർച്ച ഉണ്ടാകണം, അതിൽ തർക്കമുണ്ടാകണം, അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വൈരാഗ്യം ഉണ്ടാകണം, അതിനകത്ത് വലിയ വിവാദം ഉണ്ടാകണം. കാരണം 2 ദിവസം പോലും അതിന് ലൈഫ് ഉണ്ടായിരുന്നില്ല ആ സിനിമയ്ക്ക്. പകരം ഈ ചർച്ചയും വിഷയങ്ങളും ഉണ്ടായി 2 ആഴ്ച അവർ അതിനെ ഉന്തിത്തള്ളിക്കൊണ്ടുപോയി കാശ് മേടിച്ചു, പോക്കറ്റിലേക്കാക്കി. എന്നിട്ട് 2 ആഴ്ച കഴിഞ്ഞ സമയത്ത് ഇപ്പം അത് പോയില്ലേ? അത് ICUയിലേക്ക് എടുക്കുന്ന ഒരു സിനിമയാണെന്നും വെന്റിലേറ്ററിലേക്ക് എടുത്തിട്ടാണ് അതിൻ്റെ വിവാദത്തിൻ്റെ പുറകിലെന്നും നമ്മൾ നിരവധി തവണ പറഞ്ഞപ്പോൾ എല്ലാവരും കളിയാക്കി. പല മാധ്യമ പ്രവർത്തകരും എന്നോട് തന്നെ പറഞ്ഞത് 200 കോടി എന്നാണ് പറഞ്ഞത്. ഇപ്പം എന്താ ഈ ശവപ്പെട്ടിയിലാക്കി പോയില്ലേ സാധനം? അപ്പം ഇവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതിൻ്റെ പുറകിലൊക്കെ കൃത്യമായ പ്ലാനിങ് ഉണ്ട്.
ലഹരി ആയിക്കോട്ടെ, വയലൻസ് ആയിക്കോട്ടെ, ഇതിനൊക്കെ കൃത്യമായ പ്ലാനിങ്ങോട് കൂടി തന്നെയാണ് ഈ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആരാണ് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ശക്തികൾ? ആരാണ് ഈ പുറകിൽ പ്രവർത്തിക്കുന്ന ശക്തികൾക്ക് സംരക്ഷണം കൊടുക്കുന്ന രാഷ്ട്രീയ ബന്ധമുള്ള ആളുകൾ? ആരാണ് രാഷ്ട്രീയ സംരക്ഷണം ഇവർക്ക് കൊടുക്കുന്നത്? എന്താണ് എക്സൈസിനും പോലീസിനും ഇവിടുത്തെ ആൻറ്റി നർക്കോട്ടിക് ടീമിനൊന്നും അതിലിടപെട്ടുകൊണ്ട് കൃത്യമായിട്ടുള്ള നടപടിയെടുക്കാൻ സാധിക്കാത്തത്? ഒരു കടലാസിൽ എഴുതി കാണിച്ചാൽ മതിയോ ലഹരി ഉപയോഗം ആരോഗ്യത്തിന് ഹാനികരം എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ തിയേറ്ററിൽ ചെല്ലുന്ന സമയത്ത് കുട്ക നൈനി ഗീനി എന്നൊക്കെ പറഞ്ഞിട്ട് 4 പടവും ഒരു ഫോട്ടോ ഇട്ടിട്ടുള്ള ഒരു പരസ്യമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇവിടുത്തെ പൊതുസമൂഹം ഇന്ന് വളർന്നു വരുന്ന യുവതലമുറ അതിൽ നിന്ന് പുറകോട്ട് മാറിപ്പോകുമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ? അപ്പോൾ അവിടെ വേണ്ടത് ആക്ഷനാണ്. ആ ആക്ഷൻ എടുക്കേണ്ടത് ആരാണ്? സർക്കാരാണ്. ആ സർക്കാരിൻ്റെ ഏത് വിഭാഗമാണ് ആക്ഷൻ എടുക്കേണ്ടത്? ആഭ്യന്തര വകുപ്പാണ്. ആഭ്യന്തര വകുപ്പ് കേരളത്തിൽ ഇല്ലാതായിട്ട് ഏകദേശം 9.5 വർഷമായില്ല, 9.25 വർഷത്തോളമായി കേരളത്തിൽ ആഭ്യന്തര വകുപ്പില്ല. ഇവിടെ കൊലപാതകങ്ങളും തമ്മിത്തല്ലുകളും സ്ത്രീകൾക്ക് നേരെയും കുട്ടികൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും തല്ലിക്കൊല്ലലുകളും ബോംബെറിഞ്ഞു കൊല്ലലുകളും വണ്ടിടിച്ചു കൊല്ലലുകളും വെട്ടിക്കൊലപാതകങ്ങളും ഒക്കെ നടക്കല്ലേ. ലഹരി കഴിച്ച് ഇങ്ങനെ വീടുകൾ കയറി ഒരുത്തൻ 6ഉം 5ഉം ആളുകളെ കൊല്ലുന്നു, മറ്റൊരുത്തൻ ഒരു വീട്ടിലെ 3 പേരെ കൊല്ലുന്നു. ഇതൊന്നും ഒരു പ്രയാസമല്ലാത്ത രീതിയിൽ UP-യുടെ കണക്കെത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് പെർസെൻറ്റേജ് കണക്കെടുക്കുന്ന ഇവിടുത്തെ ചില ഭരണകർത്തൃ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളല്ലേ നമ്മൾ പല ചർച്ചകളിലും കാണുന്നത്. അവിടെയാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്. ഈ നാടിനകത്തെ ലോ ആൻഡ് ഓർഡർ എന്ന് പറയപ്പെടുന്നത് തകർന്നിരിക്കുന്നു. ഈ നാടിൻ്റെ അകത്തെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വ്യക്തിയുടെ പരാജയത്തിന്റെ ഭാഗമായിട്ട് വളർന്നു വരുന്ന യുവതലമുറ പെരുവഴിയിലേക്ക് ഇറങ്ങേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. അവരെ വഴിതെറ്റിക്കുന്നു. സ്കൂളുകളിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം. നിങ്ങൾ സിനിമ മാത്രമല്ല, സ്കൂളുകളിൽ നിന്ന് തുടങ്ങുന്നുണ്ട് ഈ അഭ്യാസം. കാരിയേഴ്സായിട്ട് വരുന്ന ചെറിയ കുട്ടികളെ ഉപയോഗിക്കുന്ന പ്രവൃത്തി നടക്കുന്നു. അവിടെ ആൺപെൺ വ്യത്യാസമില്ലാതെ ഇത് ഉപയോഗിച്ചുകൊണ്ട് അതിനിവര് ചോദ്യം ചെയ്യുന്ന സമയത്ത് ജെൻഡർ ഇക്വാളിറ്റി എവിടെ? ലഹരി ഉപയോഗിക്കുന്നതില ജെൻഡർ ഇക്വാളിറ്റി ചർച്ച ചെയ്യേണ്ടത്? ലഹരി ഉപയോഗിക്കുന്നതില സ്വാതന്ത്ര്യം ചർച്ച ചെയ്യേണ്ടത്? ലഹരി ഉപയോഗിക്കുന്നതിലാണോ ഇവരുടെ സ്വാതന്ത്ര്യവും അല്ലെങ്കിൽ ഞങ്ങൾക്കുമുണ്ട് അവകാശം എന്നൊക്കെ പറയപ്പെടേണ്ടത്? അതിനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് രാഷ്ട്രീയ സദാചാരമായിട്ട് ഇതിനെ ചിത്രീകരിച്ചുകൊണ്ട്, ഇതിനെ വക്രീകരിച്ചുകൊണ്ട് ഇതിനെ പ്രതികരിക്കുന്ന ആളുകളെ പ്രതിരോധിക്കുന്ന ഒരു ശൈലിയിലേക്ക് എന്താണ് പോകുന്നത്? സിനിമയിലെ നായക നടന്മാർ, ഈ ഷൈൻ ടോം ചാക്കോ അവൻ 10 കൊല്ലം മുൻപ് അഭ്യാസികയാണെന്ന് നമുക്കറിയാം. അയാളെ സംരക്ഷിച്ചതാരാ? കൃത്യമായി അന്വേഷിക്കണം. അയാളെ സംരക്ഷിച്ചതും മലയാള സിനിമയിൽ ആരാണെന്ന് നിങ്ങൾ അന്വേഷിച്ചാൽ ഒരുപക്ഷെ കേരളക്കര ഞെട്ടുമെന്ന യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണം. ആ സംരക്ഷിക്കാൻ ഉണ്ടായ കാരണം അന്വേഷിച്ചാൽ അപ്പൊ 10 വർഷം മുൻപുള്ള ഷൈൻ ടോം ചാക്കോന്റെ കേസിലേക്ക് വീട്ടിൽ പോകേണ്ടി വരും. ഒരു ഷൈൻ ടോം ചാക്കോ അല്ല രോഹിണി, അതിന്റെ പുറകിൽ നിരവധി ആളുകളുണ്ട്. ഇവിടുത്തെ മുഖ്യധാരയിൽ നിൽക്കുന്ന ആളുകളൊക്കെ ലഹരി വിരുദ്ധ പ്രവർത്തനത്തിൽ സ്കൂളുകളിൽ പോയി പ്രസംഗിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാക്കണം, അതിലേക്കൊക്കെ തിരിച്ച് നമ്മൾ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ പലതരം വിവാദങ്ങളിലേക്ക് നമ്മൾ പോക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ പലരും അറിഞ്ഞുകൊണ്ടും അറിയാത്ത പോലെ നടിച്ചു നടക്കും. ഇതിന്റെ പുറകിൽ ഇതിന്റെ സംവിധായകന്മാർക്ക് ഉത്തരവാദിത്വം ഉണ്ടെന്നേ. ഇതിന്റെ കാശ് ചെലവാക്കുന്ന പ്രൊഡ്യൂസർമാർ ഇതിന് പറഞ്ഞ ന്യായം എന്താ? ഞങ്ങളുടെ പകുതി കാശ് ഇറങ്ങിപ്പോയില്ലേ, അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യും? എല്ലാം സഹിക്കുക തന്നെ. അത് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ അവന്റെ കാശും പോയി, പടവും പൊട്ടി. അതിന്റെ 16 അടിയന്തരം കഴിയുന്ന സമയത്ത് 2 കോടി രൂപ ചോദിച്ചു, പുലർച്ചെ 3 മണിക്ക് എന്നെ വിളിച്ച് മയക്കുമരുന്ന് ചോദിച്ചു എന്ന് പറയുമ്പോൾ ആണത്തുള്ളവനാണെങ്കിൽ പോയി 2 എണ്ണം കൊടുത്ത എവിടെയാണ് നിനക്ക് മയക്കുമരുന്ന്? ആരാണ് തരേണ്ടത്? നിനക്ക് കോടിക്കണക്കിന് ഉറുപ്പിക തന്ന് കാൾ ഷീറ്റ് എഴുതി നീ കൃത്യമായിട്ട് കരാർ എഴുതിയിട്ട് എന്റെ സിനിമയിൽ അഭിനയിക്കാമെന്ന് പറഞ്ഞിട്ട് നീ പുലർച്ചെ വന്നിട്ട് വേഷം കെട്ട് കാണിച്ച് കാലത്ത് 10 മണിക്ക് നീ അഭിനയിക്കാൻ വരികയാണെങ്കിൽ ആരോട് ചോദിച്ചിട്ടാണ് നിന്റെ ഈ അഭ്യാസം എന്ന് ചോദിച്ചാൽ അവനെ പിടിച്ചെടുത്ത് നാളെ കൊടുക്കാനുള്ള പ്രാപ്തി ഇവർക്കില്ല. ഒരു സർക്കാരും അതിന് സംരക്ഷണം കൊടുക്കാൻ പാടില്ല. പക്ഷെ ഇവിടുത്തെ സർക്കാർ എവിടെയല്ല ചെയ്യുക. ഇവിടുത്തെ സർക്കാർ അങ്ങനെ ഒരു പ്രവൃത്തി ഒരു പ്രൊഡ്യൂസർ നടത്തിയാൽ ആ പ്രൊഡ്യൂസർക്ക് നേരെ കേസെടുക്കും. സ്വാഭാവികമായിട്ട് ഇവൻ ചെയ്ത പ്രവൃത്തി എന്ന് പറയപ്പെടുന്ന വലിയ പ്രവൃത്തിയും അവിടെയാണ് നമ്മുടെ പ്രയാസം. അത് തന്നെയാണ് വിഷയം. ഈ താരങ്ങളെ കാണുമ്പോൾ മുട്ടിടിക്കുന്നത് ആർക്ക് എന്നുള്ളത് തന്നെയാണ്. ശ്രീ MK ഹരിദാസ്, 2015 നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ സിനിമാ മേഖലയിലെ ആദ്യത്തെ കേസാണ് കൊക്കൈനുമായി ബന്ധപ്പെട്ടത്. അന്ന് നടൻ ഷൈൻ ടോം ചാക്കോയും കൂടെ 4 യുവതികളും അന്ന് അഭിനയിച്ചിരുന്ന ആ ചലച്ചിത്രത്തിൻ്റെയുമായി ബന്ധപ്പെട്ട പിന്നണി പ്രവർത്തകരാണ് അറസ്റ്റ് ചെയ്യപ്പെടുകയും തുടർന്ന് 2025 ഹൈക്കോടതി ഷൈൻ ടോം ചാക്കോയെ കുറ്റവിമുക്തനാക്കുകയും ചെയ്തപ്പോൾ ഹൈക്കോടതി ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു. പോലീസ് അങ്ങേയറ്റം ലാഘവത്തോടുകൂടിയാണ് ഈ കേസ് കൈകാര്യം ചെയ്തത് എന്നുള്ളത്. കാരണം തെളിവുകളുടെ അഭാവത്താലായിരുന്നു ഷൈൻ ടോം ചാക്കോയെ 2025 ഹൈക്കോടതി കുറ്റവിമുക്തനാക്കിയത്. 10 കൊല്ലം ഞങ്ങൾ കേസ് പറഞ്ഞു, ഇത് വെറും ഓലപ്പാമ്പ് എന്നതായിരുന്നു ഷൈൻ ടോം ചാക്കോ ഹാജരാകണമെന്നുള്ള നോട്ടീസ് പോലീസ് ഷൈൻ ടോം ചാക്കോയുടെ പിതാവിന് കൈമാറുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്ന ന്യായീകരണം.
തുടർന്ന് അടുത്ത 2 ദിവസങ്ങൾക്ക് ശേഷം ഷൈൻ ടോം ചാക്കോ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഹാജരായപ്പോൾ നൽകിയ മൊഴിയിൽ പറഞ്ഞത്, ഞങ്ങൾ ബലിയാടകളാകുകയാണ്, ഞങ്ങൾ മാത്രമല്ല ഇതിലുള്ളത്, വമ്പന്മാർ വേറെയുമുണ്ട്, പക്ഷേ എന്തെങ്കിലും കാരണത്താൽ പിടിക്കപ്പെടുമ്പോൾ ഞങ്ങളുടെ പേര്, മറ്റൊരു പേര് കൂടി പരാമർശത്തിലുണ്ടായിരുന്നു, ഞങ്ങളുടെ പേരാണ് വരുന്നത് എന്നുള്ളത്. ഏകദേശം ഒരു 2 മാസങ്ങൾക്ക് മുൻപ് ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവുമായി ബന്ധപ്പെട്ട് 2 കോടിയാണ് അത് ഈ വിതരണക്കാർ വാങ്ങിയിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് പിടിയിലായ ദമ്പതികൾ അവരും വ്യക്തമായി ഷൈൻ ടോം ചാക്കോയുടെയും മറ്റൊരു സിനിമാ നടൻ്റെയും പേര് പറഞ്ഞിരുന്നു. പക്ഷേ ഇവിടെയൊക്കെ പോലീസ് ഈ അലംഭാവം ഇങ്ങനെ തുടരുന്നത് തന്നെയാണ് കാണുന്നത്. പോലീസിന് സ്വീകരിക്കാവുന്ന ചില നടപടികളുണ്ട്. ഡാൻസ് ഓഫ് സംഘത്തെ കണ്ട് ഹോട്ടൽ മുറിയിൽ നിന്നും ഇറങ്ങി ഓടുന്ന ഷൈൻ ടോം ചാക്കോ പിന്നീട് പ്രത്യക്ഷപ്പെടുന്നത് 3 ദിവസങ്ങൾക്ക് ശേഷമാണ്. ഒരു പ്രമുഖ നടനാണ്, കണ്ടാൽ തിരിച്ചറിയാത്തവരായി ആരുമില്ല, പക്ഷേ പോലീസിന് പിടികൂടാൻ കഴിയുന്നില്ല. അത് മാത്രമല്ല, പോലീസിന്റെ ഭാഗത്ത് നിന്ന് അപ്പോഴേക്കും ഷൈൻ ടോം ചാക്കോയുടെ രക്തത്തിലോ മൂത്രത്തിലോ ഈ ലഹരിയുടെ അംശമുണ്ടെങ്കിൽ അതെല്ലാം നഷ്ടമാകുന്ന ഒരു സമയപരിധി കഴിഞ്ഞു എന്നുള്ളതും ബോധ്യമാവുകയാണ്. അപ്പോൾ ഇവിടെ താരങ്ങളെ കാണുമ്പോൾ മുട്ടുവിറയ്ക്കുക, അല്ലെങ്കിൽ താരങ്ങളുടെ മുറിയിലേക്ക് എത്തുന്നതിന് മുൻപ് അവർക്കിത് ചോർത്തി നൽകുക, ഇങ്ങനെയൊക്കെയുള്ള ചില സംവിധാനങ്ങളും കൂടി സമാന്തരമായി പ്രവർത്തിക്കുന്നുണ്ട്. ഇവർ എന്താണ് ലക്ഷ്യം വയ്ക്കുന്നത്? ഈ സമാന്തരമായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥ വൃന്ദം ഈ നമ്മൾ പറയുന്ന മട്ടാഞ്ചേരി മാഫിയയെന്നോ അല്ലെങ്കിൽ കൃത്യമായി പറയാൻ പേരുകളില്ലാത്ത ഒരു ജിഹാദി ഗ്രൂപ്പ് എന്നോ ഒക്കെ പറയപ്പെടുന്ന ഈ ഗ്രൂപ്പുകളിൽ നിന്ന് പോലും അപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള പ്രതിഫലമോ ആനുകൂല്യങ്ങളോ കൈപ്പറ്റുന്നുണ്ട് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അതിന് നമ്മൾ ഈ ഷൈൻ ടോം ചാക്കോന്റെ ഈ വിഷയത്തിൽ അല്ലാതെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരള പോലീസിലെ ഒരു 20-25% ആൾക്കാര് പോലീസിലാണ്. നമ്മുടെ രഞ്ജിത്തിന്റെ ബ്ലാക്ക് എന്ന സിനിമയിലെ മമ്മൂട്ടിയുടെ കഥാപാത്രത്തെ പോലെ ജോലി ചെയ്യുന്നുണ്ട്. അവരെ പോലീസ് സ്റ്റേഷനിൽ വിസിറ്റേഴ്സിനെ മാതിരി വരും, അവരെ അവിടെ ഒപ്പിടും, പോവും, ബാക്കി കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ ഇവിടെയാണ് നമ്മൾ എന്ത് മനസ്സിലാക്കേണ്ടത്? ഈ സ്വർണം, ഇപ്പോ ഇത്ര കിലോ സ്വർണം പോലീസ് പിടിച്ചു, അല്ലെങ്കിൽ കസ്റ്റംസ് പിടിച്ചു, അല്ലെങ്കിൽ മറ്റേ ആരോ പിടിച്ചു എന്നുള്ള വാർത്തകൾ പ്രതിദിനം പുറത്തേക്ക് വരുന്നുണ്ട്. പക്ഷെ ഈ സ്വർണം കൊണ്ടുവരുന്നവരെ അല്ലാതെ ആർക്കു വേണ്ടിയാണ് ഈ ടൺ കണക്കിന് സ്വർണം കൊണ്ടുവരുന്നത് എന്നുള്ളത്? ഇപ്പൊ ലാസ്റ്റ് എനിക്ക് കിട്ടിയ വിവരം അനുസരിച്ചിട്ട് 2200 കിലോ, അതായത് ഏകദേശം 2.25 ടൺ സ്വർണം 2021, 22, 23 കാലഘട്ടത്തിൽ 3 വർഷത്തിനുള്ളിൽ പിടിച്ചിട്ടുണ്ട്. ഈ സ്വർണം ഈ കൊണ്ടുവരുന്നവർ ആർക്കു വേണ്ടിയാണ് എന്നുള്ള വിവരം നാളിതുവരെ നമുക്കൊന്നും അറിയില്ല. സ്വർണം വന്നു, പിടിച്ചു, അതിന്റെ പെനാൽറ്റി അടച്ചിട്ട് 25% അടച്ചിട്ട് കൊണ്ടുപോകുന്നവർ കൊണ്ടുപോകുന്നുണ്ട്, അതല്ലാത്തവർ അത് കസ്റ്റംസിന് കൊടുക്കുന്നുണ്ട്, അത് നമ്മുടെ രാജ്യത്തിന്റെ മുതൽക്കൂട്ടാവുന്നുണ്ട്. പക്ഷെ ആരോ ഈ സ്വർണ്ണക്കടത്തിന്റെ പിന്നില് ഒരു വലിയ നിയന്ത്രിത ശക്തി കേരളത്തിൽ ഉണ്ട് എന്നുള്ള വസ്തുത ഒരു അരിഭക്ഷണം കഴിക്കാത്ത എല്ലാവർക്കും അറിയാം. ഇതുപോലെ തന്നെയാണ് ഈ ഡ്രഗ്സ് മാഫിയയുടെ കാര്യത്തിലും ഉള്ളത്. ഈ കൊണ്ടുവരുന്നവരെ, കൊണ്ടു നടക്കുന്നവരെ, ഉപയോഗിച്ചവരെ പിടിക്കുക എന്നല്ലാതെ ഇത് ആർക്കു വേണ്ടിയാണ് കേരളത്തിലേക്ക് ഇത്രയും? ഇപ്പൊ ഒരു കാര്യമുണ്ട്, ഒരു ദിവസം 9 ഗ്രാം MDMA പിടിച്ചു എന്ന വാർത്ത വരുന്നുണ്ടെങ്കിൽ 9000 അല്ലെങ്കിൽ 900 ഗ്രാം MDMA വേറെ വഴിക്ക് പുറത്തേക്ക് പോകുന്നുണ്ട്. ഈ 9 ഗ്രാം പിടിച്ചതിന്റെ കോലാഹലം, അത് പത്രക്കാരോട് പറച്ചിലും, അത് പത്രക്കാർ വന്നിട്ട് അത് ഷൂട്ട് ചെയ്യലും, ഈ ലഹളയൊക്കെ നടക്കുന്ന സമയത്ത് ഇതിന്റെ 10 100 ഇരട്ടി MDMA വേറെ വഴിക്ക് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഈ പിടിപ്പിക്കുന്നതും അല്ലെങ്കിൽ പിടിക്കുന്നതും. അപ്പൊ ഇതിന്റെ യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ ഈ സാധനം കൊണ്ടുവന്നിട്ട് അത് കൃത്യമായി വിൽപ്പന ചെയ്തു കഴിഞ്ഞാൽ എന്താണ് ഇതിന്റെ ഗുണഭോക്താക്കൾക്ക് കിട്ടുന്നത്? ആരാണ് യഥാർത്ഥ ഗുണഭോക്താവ്? ആ ഒരു വിഷയം പുറത്തേക്ക് വരണം. ആ ഒരു വിഷയം പുറത്തേക്ക് വരണമെങ്കിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള വിഷയം എന്ത്? ഈ തൊണ്ടി മുതൽ പിടികൂടപ്പെടുമ്പോൾ തൊണ്ടി മുതൽ കോടതിയിലേക്ക് എത്തും വരെ സുരക്ഷിതമായിരിക്കണം. പക്ഷെ കേരളത്തിൽ ചാർജ് ചെയ്തിട്ടുള്ള കേസില് ഇത്തരത്തിൽ ഈ മറ്റേ സിന്തറ്റിക് ലഹരി ആയാലും കഞ്ചാവായാലും പിടിച്ചിട്ടുള്ള കേസുകളില് കോടതിയിൽ എത്തുമ്പോൾ തൊണ്ടി മുതൽ മാറിപ്പോവുകയാണ്. ഇപ്പോ നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം എൻ്റെ അറിവിൽ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 2 കൊല്ലം മുമ്പ് 500 കിലോ റെയിൽവേയിൽ വന്ന പാർസൽ പൊളിച്ചു നോക്കുമ്പോൾ കഞ്ചാവായിരുന്നു. അത് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് വന്ന് കൺഫേം ചെയ്തിട്ടാണ് അത് റെയിൽവേ പോലീസ് അവർക്ക് കൈമാറിയത്. ഈ സാധനം കോടതിയിലേക്ക് എത്തിയപ്പോൾ കമ്മ്യൂണിസ്റ്റ് പച്ച ഉണങ്ങിയതായിരുന്നു എന്ന് സയന്റിഫിക് ആയിട്ട് തെളിയിക്കാൻ പോലീസിന് പ്രതികളുടെ ഭാഗത്തു നിന്ന് സാധിച്ചു. ആ കേസ് തള്ളി. ഇപ്പൊ ഇവിടെ നേരത്തെ ആന്റണി രാജുവിന്റെ കാര്യം, ഞാൻ മുൻ മന്ത്രി ആന്റണി രാജുവിന്റെ കാര്യം പറഞ്ഞത് എന്താ? ഈ പ്രതി ഇട്ടിരുന്ന അണ്ടർ ഗാർമെന്റ്സിന്റെ സൈസ് പ്രതിക്ക് സൂട്ടബിൾ അല്ല എന്നുള്ളത് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് തൊണ്ടി മുതൽ മാറ്റിയതാണ്
ആ വിദേശി ഇവിടെ നിന്നും രക്ഷപ്പെട്ടു പോകാനുണ്ടായിട്ടുള്ള സാഹചര്യം ഉണ്ടായത്. ഒരു രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് ഇതിലുള്ള പങ്കിനെ കുറിച്ചിട്ട് നേരത്തെ സംസാരിച്ച വ്യക്തി സംസാരിച്ചതിന്റെ ഒരു ബാക്കി ഞാൻ പറയുകയാണ്. ഇത്തരം കേസുകളിലെ ഏത് രാഷ്ട്രീയ പ്രവർത്തകന്റെ കൈകൾ പ്രവർത്തിച്ചിട്ടാണ് യഥാർത്ഥ പ്രതികളിലേക്ക്, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഇത് കൊണ്ടുവരുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടൊന്നും ആയിരിക്കില്ല. കേരളത്തിലെ എല്ലാ ഭാഗത്തും ഇതിന്റെ കണ്ണികളുണ്ട്. അപ്പൊ ഈ കണ്ണികളെല്ലാം ഏകോപിപ്പിച്ചിട്ട് ഇന്ന സ്ഥലത്തേക്ക് ഈ സിനിമയിൽ കാണുന്നത് മാതിരി ഇപ്പൊ ആറ്റിങ്ങലിലേക്ക് ഇത്ര പോട്ടെ, കോഴിക്കോട്ടേക്ക് ഇത്ര പോട്ടെ, കാസർകോട്ടേക്ക് ഇത്ര പോട്ടെ എന്നൊക്കെ പറയുന്ന ഒരു വലിയ ശക്തികൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ ശക്തികളിലേക്ക് എത്തിച്ചേരാൻ എന്തുകൊണ്ട് 10 വർഷമായിട്ട് ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് സാധിച്ചിട്ടില്ല എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പറയുകയാണ്. ഒരു പകർച്ചവ്യാധി പോലെ ഇത് സിനിമാ നടന്മാരിൽ നിന്നും സാധാരണക്കാരായ ജനങ്ങളുടെ കുഞ്ഞു മക്കളിലേക്ക് വരെ ഒരു ഭയങ്കര ദുരന്തമായി വ്യാപിച്ചിട്ട് പോലും ഇവിടുത്തെ സർക്കാർ എന്താ ചെയ്യുന്നത്? രാവിലെ ലഹരി വിരുദ്ധ പ്രതിജ്ഞ മുഖ്യമന്ത്രി ചൊല്ലിക്കൊടുക്കുന്നു, പഞ്ചായത്ത് മിനിസ്റ്റർ ചൊല്ലിക്കൊടുക്കുന്നു, എക്സൈസ് വകുപ്പ് മന്ത്രി ചൊല്ലിക്കൊടുക്കുന്നു, LDF കൺവീനർ ചൊല്ലിക്കൊടുക്കുന്നു. ഉച്ച തിരിഞ്ഞിട്ട് ഈ സത്യപ്രതിജ്ഞ ചെയ്തവർ കാണുന്നത് എന്താ? അതായത് മദ്യം വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് പല വഴികളിലൂടെ കൂടുതൽ മദ്യവിൽപ്പന വരാൻ വേണ്ടിയിട്ടുള്ള സർക്കാർ ഇളവുകൾ വൈകുന്നേരത്തെ 6 മണിയുടെ വാർത്ത കേട്ട് കഴിഞ്ഞാൽ നമുക്ക് കേൾക്കാൻ സാധിക്കും. അതിലിപ്പോ കേട്ടിട്ടുള്ളതാണ്, 1 ഡേ പാർട്ടി നടത്തുന്നവർക്ക് ഒറ്റ ദിവസത്തേക്കുള്ള ലൈസൻസ്, അതായത് വീട്ടിലൊരു കല്യാണ പാർട്ടി ഉണ്ടെങ്കിൽ അവിടെ മദ്യം വിളമ്പാനുള്ള അനുമതി നൽകിക്കൊണ്ടുള്ള ഒരു ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട് സൗകര്യം കഴിഞ്ഞ ആഴ്ച ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ യാത്ര പോകുന്നവർക്ക് ക്യൂവിലെ അവസാനത്തെ കണ്ണിക്ക് മദ്യം കിട്ടി എന്ന് ഉറപ്പുവരുത്തിയിട്ട് ബീവറേജസ് കോർപ്പറേഷൻ അടയ്ക്കാൻ പറ്റുള്ളൂ. മാസത്തിൽ 2 or 3 പുതിയ ബാറുകൾ തുടങ്ങുന്നു. അപ്പൊ മദ്യനയത്തിൽ അങ്ങേയറ്റം ഇളവ് വരുത്തുന്ന സർക്കാരെ നിങ്ങളോട് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ ചോദിക്കുകയാണ്, മദ്യം ലഹരിയല്ലേ എൻ്റെ പ്രിയപ്പെട്ട സർക്കാരെ? മദ്യലഹരി ജനങ്ങളിലേക്ക് ആവോളം കുത്തിനിറയ്ക്കാൻ തയ്യാറാവുന്ന നിങ്ങൾ ഇവിടുത്തെ സിന്തറ്റിക് ഡ്രഗ്സിന്റെ ലഹരി ഉപയോഗം നിർത്തണമെന്ന് പറഞ്ഞ് ദിവസത്തിൽ 3 പ്രാവശ്യം സത്യപ്രതിജ്ഞ ചെയ്യിച്ചിട്ട് ഇവിടുത്തെ ജനങ്ങളെ വിഡ്ഢികളാക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ ഇടതുപക്ഷ സർക്കാരെ? മദ്യം എന്ന് പറയുന്ന വസ്തു ഒരു വിപത്തായിട്ട് ജനങ്ങളിലേക്ക് നിങ്ങൾ നിത്യേന ഏറ്റവും സുലഭമായി കിട്ടത്തക്ക തോതിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ സർക്കാരെ കഞ്ചാവിനും സിന്തറ്റിക് ലഹരിക്കുമെതിരെ സത്യപ്രതിജ്ഞ ചെയ്യിക്കുകയും സിനിമയുടെ അടിയിലെ പുകവലി ആരോഗ്യത്തിന് ഹാനികരം, ഈ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഈ ലഹരി വസ്തുക്കളൊന്നും ഈ സിനിമയിൽ ഉപയോഗിച്ചിട്ടില്ല എന്നൊക്കെ എഴുതി കാണിക്കലേ മാത്രമാണോ ലഹരി ഉപയോഗം തടയാനുള്ള വഴി എന്ന് നിങ്ങൾ ധരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളോളം മൂഢരായിട്ട് ഈ സംസ്ഥാനത്ത് ഇതിനു മുമ്പ് ഒരു സർക്കാരുകളും ഭരിച്ചിട്ടില്ല. കാരണം നിങ്ങൾക്ക് ഒരു ടേം അല്ല കിട്ടിയിരിക്കുന്നത്, 2 ടേം ഭരണം കിട്ടിയിട്ട് നിങ്ങളിപ്പോ അഹങ്കരിക്കുന്നു. 3ാമത്തെ ടേം ഭരണം കിട്ടുമെന്ന് അഹങ്കരിക്കുന്ന നിങ്ങളോട് പറയാനുള്ളത്, 3ാമത്തെ ടേം ഭരണം കിട്ടിക്കഴിഞ്ഞാൽ കേരളം സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ തായ്ലാന്റിലെ തെരുവീതികൾക്ക് തുല്യമാകും. ഞാൻ തായ്ലാന്റിൽ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ കണ്ട കാഴ്ച എന്നെ വളരെ ഇതായി. 2 പഫ് എടുക്കൂ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു MDM രുചിച്ചിട്ട് പോകൂ എന്ന് പറഞ്ഞിട്ട് ചെറിയ ചെറിയ കടകളാണ് സ്ട്രീറ്റ് മുഴുവൻ. അപ്പൊ 3ാമത് നിങ്ങൾക്ക് ഭരണം കിട്ടിയാൽ നിങ്ങൾ ചെയ്യാൻ പോകുന്നത് ലഹരി ഒരു ഉപയോഗ വസ്തുവായി അംഗീകരിച്ചുകൊണ്ട് കേരളത്തിൽ ഭാഗികമായിട്ടെങ്കിലും കഞ്ചാവ് വിൽപ്പന നടത്താം, അല്ലെങ്കിൽ MDMA വിൽപ്പന നടത്താം. ഷൈൻ ടോം ചാക്കോയുടെ കൊക്കൈൻ കേസ് എങ്ങനെയാണ് രോഹിണി കോടതിക്ക് തള്ളേണ്ടി വന്നത്? അവിടെ ഹാജരാക്കപ്പെട്ട കൊക്കൈൻ ആയിരുന്നില്ല, അത് മൈദമാവായിരുന്നു എന്ന് അങ്ങനെ എന്തോ ആണ് പറയുന്നത് കേൾക്കുന്നത്. അപ്പൊ കോടതിയിലെത്തുന്ന കേസുകളിലെ തൊണ്ടി മുതൽ മാറ്റാൻ വേണ്ടിയിട്ട് പോലീസിൽ വലിയൊരു ഏജൻസി തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ആറ്റിങ്ങൽ പോലീസ് സ്റ്റേഷനിലെ തൊണ്ടി മുതൽ മാറ്റാൻ വേണ്ടിയിട്ട് കോഴിക്കോട് നിന്നാണ് ആ ടീം ചെന്നിട്ട് ആ തൊണ്ടി മുതൽ മാറ്റുന്നത് എന്നുള്ള ഒരു വിവരം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞപ്പോൾ ഞാൻ അന്തം വിട്ടുപോയി. കാരണം ഇതിലത്തെ പ്രതികളുടെ ബന്ധുക്കൾ, പുറത്തു നിൽക്കുന്ന പ്രതികളുടെ ബന്ധുക്കൾ കൃത്യമായിട്ട് ഈ ടീമിന് പൈസ കൊടുത്താൽ അവര് സംസാരിച്ച് അവിടുത്തെ SHO ആയിട്ട് സംസാരിച്ചിട്ട് അവിടുത്തെ പോലീസുകാരായിട്ട് സംസാരിച്ചിട്ട് ആ ലഹരി, ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്, ആറ്റിങ്ങൽ പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ നടക്കുന്നു എന്നുള്ളതല്ല, ആ പോലീസ് സ്റ്റേഷനിൽ ആ കേസിലെ വിധി പറയുന്നതിന് കുറച്ചു മുമ്പ് തൊണ്ടി മുതൽ മാറ്റിക്കൊടുക്കാൻ പോലീസിലും എക്സൈസിലും ആളുകൾ പ്രവർത്തിക്കുന്ന നിലയിലേക്ക് കേരളത്തിലെ പോലീസ് അതായത് മാറി എന്ന് പറയുമ്പോൾ ഈ ദുരന്തം എവിടെ ചെന്ന് അവസാനിക്കുമെന്നുള്ള ഭയത്തിലാണ് ഞങ്ങളെപ്പോലുള്ളവർ. കാരണം ഞങ്ങളുടെയൊക്കെ മക്കൾക്ക്
33, 32 വയസ്സായിട്ടുള്ള മക്കളുടെ ഗതി എന്താകും, അവരുടെ മക്കളുടെ ഗതി എന്താകും എന്നുള്ള ഭയം അങ്ങേയറ്റം അലട്ടി തുടങ്ങി എന്നാണ് രോഹിണി എനിക്ക് പറയാനുള്ളത്. അതെ, ശ്രീ ഉല്ലാസ് ബാബു, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സിനിമാ മേഖലയിലെ ലൈംഗിക അരാജകത്വത്തെക്കാൾ ഏറെ ഗുരുതരമുള്ളതായി അതിൽ വിശേഷിപ്പിച്ചിരുന്ന മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു, ലഹരിയുടെ ഉപയോഗം. അതിന്മേൽ തുടർന്ന് സർക്കാർ എന്ത് നടപടിയെടുത്തു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിൽ തന്നെ നടപടിയെടുക്കാൻ എത്ര നാൾ ആ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു എന്നുള്ളതുമൊക്കെ നമ്മൾ കണ്ടതാണ്. താരങ്ങളെ കാണുമ്പോൾ അല്ലെങ്കിൽ താരങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ മുട്ടിടിക്കുന്നത് സർക്കാർ തലത്തിലെ ഭരണ നേതൃത്വത്തിനുമുണ്ട് എന്നുള്ളത് ഇതിൽ നിന്നും വ്യക്തമായതുമാണ്. പക്ഷേ ഇവിടെ ഇങ്ങനെ നിർബാധം ഈ ലഹരിയുടെ ഉപയോഗം സിനിമാ മേഖലയെ കാർന്നു തിന്നുമ്പോഴും ഒരു വിഭാഗം ഇത് ബോധപൂർവം ഈ ലഹരി സിനിമാ മേഖലയിലേക്കും അതോടൊപ്പം സിനിമ വഴി നമ്മുടെ സമൂഹത്തിലേക്കും പ്രചരിപ്പിക്കുന്നു. ഇതൊക്കെ കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുന്ന പ്രൊഡ്യൂസർമാരും സംവിധായകരുമൊക്കെ ഉണ്ട്. അതുമാത്രമല്ല, ലഹരി മുക്ത പ്രതിജ്ഞ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഫെഫ്ക ഒരിക്കൽ സ്വീകരിക്കുകയും ചെയ്തു. പക്ഷേ പോലീസ് ഈ സെറ്റുകളിൽ അടക്കം പരിശോധന നടത്താൻ തങ്ങൾ അനുവദിക്കുകയില്ല എന്നാണ് എല്ലാ പ്രൊഡ്യൂസേഴ്സും പറഞ്ഞത്. അങ്ങനെ നിരന്തരം ലഹരിക്കെതിരെ വാഗ്ധോരണി നടത്തുകയും പക്ഷേ ഒരക്ഷരം പോലും അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള ഒരു പ്രവൃത്തി പോലും അതിനെതിരെ നടത്തുകയും ചെയ്യാത്ത ഒരു സമൂഹത്തെയല്ലേ നമുക്ക് കാണാൻ കഴിയുന്നത്. അല്ല, ഫെഫ്ക പ്രതിജ്ഞ എടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല. ഫെഫ്ക പറഞ്ഞ ഓമാർ കേൾക്കില്ല. നമ്മളിതിൽ ഈ മേൽത്തട്ടിൽ ചർച്ച ചെയ്യുകയാണ് ഇപ്പോഴും. കാരണം എന്താണ്, ആർക്കൊരു പ്രയാസം വേണ്ട. ആ നടൻ്റെ പേര് പറഞ്ഞാൽ ആ നടന് പ്രയാസമാവും, ഈ നടൻ്റെ പേര് പറഞ്ഞാൽ ഈ നടന് പ്രയാസമാവും. നടനോ നടിയോ പേര് പറഞ്ഞാൽ അവർക്ക് പ്രയാസമാകേണ്ട. അപ്പം അതുകൊണ്ട് മുഖ്യധാര നടന്മാർ, നടിമാർ എന്ന് നമ്മൾ വിളിക്കപ്പെടും. അത് കഴിഞ്ഞ് സംവിധായകന്മാർ, ഇവരൊട്ടും പുറകിലല്ല. തിരക്കഥാകൃത്തുകൾ, ഇവരും ഒട്ടും കുറവുകാരല്ല. ഇതിൻ്റെ പ്രൊഡ്യൂസർമാർ, അവരും പുറകോട്ടല്ല. അപ്പം ഇതിൻ്റെ അകത്ത് സംഭവിക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ, സിനിമ എന്ന് പറയപ്പെടുന്ന ഒരു വിനോദോപാധിയെ അതിൽ നിന്നും മാറ്റിക്കൊണ്ട് ഇത് ഈ ഒരു വലിയൊരു ശൃംഖലയുടെ പേരിൽ എന്ന് പറയുമ്പോൾ മാഫിയയുടെ കൈകളിലേക്ക് പോയി. അതിൻ്റെ പിന്നിൽ സാമ്പത്തികമുണ്ടാക്കുക എന്ന് പറയപ്പെടുന്ന ആത്യന്തിക ലക്ഷ്യം ബിസിനസ് പരമായിട്ട് അതിനകത്ത് ഉണ്ട് എങ്കിലും ഇതൊരു മേള നടത്താൻ അല്ലെങ്കിൽ ലഹരിയുടെ ഒരു വേളയാട്ടം നടത്താനുള്ള ഒരു കേന്ദ്രമായി മാറുകയാണ്. പലരും ഇതിനെ ന്യായീകരിക്കും. സിനിമ ആവിഷ്കാര സ്വാതന്ത്ര്യം. എന്താ ആവിഷ്കാര സ്വാതന്ത്ര്യം? ഈ പൊടി വലിച്ചിട്ട് അന്തും കുന്തും പോയിട്ട് പിന്നെ പൊടി വലിച്ചാലാണ് അഭിനയിക്കാൻ വരുള്ളൂ അത്ര. എനിക്ക് മനസ്സിലായില്ല. പണ്ടത്തെ കാരണന്മാരൊക്കെ ബീഡി വലിച്ചിട്ടും ചായ കുടിച്ചിട്ടൊക്കെ കാലത്ത് അവരുടെ ദൈനംദിന കാര്യങ്ങൾ നിറവേറ്റുന്നതായിട്ടൊക്കെ നമ്മൾ പണ്ടൊക്കെ കേട്ടിട്ടുണ്ട്. ഇത് ഇവന് പൊടി വലിച്ചാലാണ് ഇവന് ക്രിയേറ്റിവിറ്റി പ്രവർത്തിക്കുകയുള്ളൂ, പൊടി വലിച്ചാലേ അഭിനയം വരികയുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല കേരള സമൂഹത്തിനോട് എന്താണ് ഇവർ പറയുന്നതെന്ന്. അത് അംഗീകരിച്ചു കൊടുക്കുകയാണ് സംവിധായകന്മാർ. പൊടി വലിച്ചോട്ടെ, എന്നാലേ അവന് സാധനം കിട്ടുള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതൊരു ടീം വർക്കാണ്. എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് തന്നെ ഇതേപോലെയുള്ള ലഹരി പദാർത്ഥങ്ങൾ ഈ സമൂഹത്തിനകത്ത് ഉപയോഗിച്ചുകൊണ്ട് ഈ മേഖലയെ തകർത്ത് തരിപ്പണമാക്കി ഇതിനകത്ത് ബന്ധങ്ങളില്ല. അപ്പോൾ സിനിമയ്ക്കകത്ത് അമ്മയുണ്ടോ? സിനിമയ്ക്കകത്ത് പണ്ടത്തെ പോലെ കഥാപാത്രങ്ങളൊന്നുമില്ലല്ലോ, വയലൻസ് മാത്രമാണുള്ളത്. അതിനകത്ത് പാട്ടുകളൊക്കെ ഉണ്ട്. ഇന്നാളെ ഞാനൊരു സിനിമ, ഒരു ബർത്ത്ഡേ പാട്ട്, ഒരു ആൽബം ഞാൻ കണ്ടു. എന്താണ്, വരൂ നമുക്ക് ഈ പിറന്നാളിന് ജോയിൻ്റ് അടിക്കാം. അത് ഈ ലഹരിയുമായി ബന്ധപ്പെട്ടതാണെന്നാണ് പറയുന്നത്. ഒരു പാട്ട് നമ്മൾ ഇതിന് മുന്നേ ചർച്ച ചെയ്തിട്ടുള്ളത്. എന്താണുള്ളത്? ചോര കൊണ്ട് സോഡാ സർബത്ത് അടിച്ചു കൊടുക്കാം. പാട്ടിൻ്റെ വരികളാണിത്. അതിൽ അംഗീകരിക്കാൻ പറ്റുമോ? പേന കൊണ്ട് നാവിൽ കുത്തി ഹരിശ്രീ. അതിന് വലിയ സംഭവമായിട്ട് അങ്ങ് പാടില്ല. ഇത് എഴുതുന്നവൻ്റെ കയ്യിലൊരു സൂത്രപ്പണിയില്ലേ. അപ്പോൾ ഇത് എഴുതിയവൻ ഗംഭീരനാണെന്ന് പറഞ്ഞു, ഒരു വലിയ പാട്ടെഴുത്തുകാരൻ, ഒരു വലിയ ഗായകൻ. അവൻ്റെ അമ്മൂമ്മയുടെ ഒരു അഭിമുഖം ഞാൻ കണ്ടു. പുലർച്ചെ 4 മണിക്ക് എഴുന്നേറ്റ് സാധകം ചെയ്ത കുട്ടിയാണ് എൻ്റെ കൊച്ചുമകൻ എന്നൊക്കെ പറഞ്ഞു. സാധകം ചെയ്യുന്നതിന് പകരം നാവിൽമേ ചോര കൊണ്ട് പേന കത്തി കൊണ്ടൊക്കെയാണ് കുത്തി കൊടുത്തത് എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും. അവിടെയാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്. ഇതിന് അടിമകളാക്കിക്കൊണ്ട് ഈ സിനിമയിൽ എന്താണ് നമ്മൾ ഓടിപ്പോകുന്നത്? ഇപ്പോൾ മാധ്യമങ്ങൾ തന്നെ ഷൈൻ ടോം ചാക്കോ എന്നും പറഞ്ഞിട്ട് എന്തിനാണ് പുറകോടിയത്? അപ്പോൾ അതിനകത്തൊരു വാർത്താ പ്രാധാന്യമുണ്ട്. അപ്പോൾ 2 ദിവസം ചർച്ച ഓടും, അപ്പോൾ കുറച്ച് TRP റേറ്റ് കൂടുതൽ കിട്ടും, അപ്പോൾ കുറച്ച് പരസ്യം കിട്ടും. ഇതാണല്ലോ ഇപ്പോൾ ഇയാളുടെ കൂടെ പിന്നാലെ ഓടിയത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിന് പ്രത്യേക ഒരു അട്രാക്ഷൻ ഉണ്ട് നാടിനകത്ത്. സിനിമാ മേഖലയ്ക്കകത്ത് എന്ത് ചെയ്യുന്ന സമയത്തും അതിലേക്ക് കൂടുതൽ ആകർഷകമാകുന്ന ഒരു സ്വഭാവമുണ്ട്. എന്നാണ് ഞാനൊരു പോലീസ് ഡിവൈഎസ്പിയുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഒരു കൺസേർട്ട് നടക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് ഇയാൾ പറയാണ്, നല്ല കള്ള് കുടിച്ചിട്ട് നല്ല വേഷം കെട്ട് കാണിച്ചിട്ടാണ് സമൂഹത്തിനകത്ത് ആ പരിപാടിക്ക് ആ വ്യക്തി കയറുന്നത്. അപ്പോൾ ഇയാൾ ഈ ഡിവൈഎസ്പി എൻ്റെ അടുത്ത് പറയാണ്, സോഷ്യൽ ജസ്റ്റിസ് ആണ് ഓൻ പറയുന്നത്.
പച്ചത്തെറി വിളിച്ച് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടി നടക്കുക, യുദ്ധം നടക്കുക, ബഹളം നടക്കുക. എന്നിട്ട് ഇദ്ദേഹം എൻ്റെ അടുത്ത് പറയും സോഷ്യൽ ജസ്റ്റിസ്. ശരിയാണ്, സോഷ്യൽ ജസ്റ്റിസ് പറഞ്ഞോട്ടെ. പക്ഷെ സോഷ്യൽ ജസ്റ്റിസ് പറയുന്ന സമയത്ത് അത് കള്ളു കുടിച്ചാലാണ് സോഷ്യൽ ജസ്റ്റിസ് ആവുകയുള്ളൂ, തെറി പറഞ്ഞാലേ സോഷ്യൽ ജസ്റ്റിസ് ആവുകയുള്ളൂ, അല്ലെങ്കിൽ മൂക്കിൽ വലിച്ചാലേ സോഷ്യൽ ജസ്റ്റിസ് ആവുകയുള്ളൂ, അല്ലെങ്കിൽ പുക വലിച്ചാലേ സോഷ്യൽ ജസ്റ്റിസ് ആവുള്ളൂ എന്ന് പറയുന്നിടത്തേക്ക് അധികാരി വർഗം മാറുന്ന ആ സംസ്കാരത്തെയാണ് നമ്മൾ ചോദ്യം ചെയ്യേണ്ടത്. നമ്മൾ ഹേമ കമ്മിറ്റി വന്നു, അതിനകത്ത് ഒരു കമ്മിറ്റി ഉണ്ടാക്കണം, സിനിമക്കകത്ത് പ്രയാസങ്ങൾ ഉണ്ടാവും എന്ന് നോക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ചോദിച്ചിട്ട് കാശിറക്കിയിട്ട് സിനിമ എടുത്ത് ഇവനൊന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല രോഹിണി. കാരണം എന്താണെന്നറിയോ, ഇത് ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ പണിയെടുത്ത് കഷ്ടപ്പെട്ട് ആ ഒരു സിനിമ ചെയ്യണം, അത് ഗംഭീരമാക്കണം, അതൊരു സമൂഹം അംഗീകരിക്കണം, അതൊരു വിനോദമായിട്ട് കണ്ടുകൊണ്ട് ആ സാമ്പത്തിക ബിസിനസ്സൊക്കെ കണ്ടുകൊണ്ട് ചില ആളുകൾ കൊണ്ടുവന്ന് പൈസ ഇറക്കുകയാണ്. ഈ പൈസ ഇറക്കിയിട്ട് ഇവന്മാരുടെ ഈ കൂത്താട്ടമാണ്. കോടിക്കണക്കിന് ഉറുപ്പിയ കാശും മേടിച്ച് റെമ്യൂണറേഷൻ വാങ്ങിച്ച് ഇവൻ 7 മണിക്ക് വരാൻ പറഞ്ഞാൽ 10 മണിക്ക് വന്ന് ചോദ്യം ചെയ്താൽ ഡബ് ചെയ്യാൻ വരില്ല, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ചോദിച്ചാൽ കൃത്യമായിട്ട് അഭിനയിക്കില്ല, അല്ലെങ്കിൽ ഇങ്ങനെ നേരം വൈകിച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെ ഇവർ തന്നെ പരാതി പറയുന്നതാണ്. അപ്പോൾ സ്വാഭാവികം എന്താണ്, കാശിറക്കിയവൻ അത് മിണ്ടാതിരുന്ന് ഇവൻ്റെ ഈ വൃത്തികേടുകൾ മുഴുവൻ സഹിക്കുന്നൊരു സാഹചര്യം ഉണ്ടാണ്. ഇത് സമൂഹം ഏറ്റെടുക്കുന്നു, അല്ലെങ്കിൽ ഇത് കൃത്യമായിട്ട് ഇടപെടലുകളും ഉണ്ടാവും. ആ ഇടപെടലുകൾ ഉണ്ടാകുന്ന സമയത്ത് സംഘർഷം ഉണ്ടാവും. ആ സംഘർഷം ഉണ്ടാകുമ്പോഴാണ് ഇവരൊക്കെ ഇത് പഠിക്കുകയുള്ളൂ. കാരണം ആ സംഘർഷം ഉണ്ടാവാതിരിക്കണമെങ്കിൽ എന്തുണ്ടാകണം, സർക്കാർ തലങ്ങളിൽ ഇവിടെയുള്ള പ്രശ്നങ്ങൾ നിരവധി സിനിമാ സെറ്റുകളിൽ നടക്കുന്ന ഇതുപോലെയുള്ള അഭ്യാസങ്ങളെ കൃത്യമായി പഠിച്ച് അല്ലെങ്കിൽ കൃത്യമായി കണ്ടെത്തി അതിനെ ഉത്തരവാദിത്തമുള്ള ആളുകൾ അതിനെ ചോദ്യം ചെയ്യണം. ഇവിടെ അത് നടക്കുന്നില്ലല്ലോ. അപ്പൊ എന്താ ഉണ്ടാവുക, വരുന്നവന് കയറിയവനൊക്കെ കയറി നിരങ്ങുന്ന ഒരു സാഹചര്യം ഈ സിനിമാ സാഹചര്യങ്ങളിൽ വരും. സിനിമയ്ക്കകത്തേക്ക് നമ്മൾ ഇത്രയധികം ചർച്ച ചെയ്യാൻ പോകുന്നത് അതിൻ്റെ അകത്ത് നടക്കുന്ന പ്രവർത്തികൾ അല്ലെങ്കിൽ അതിലൂടെ കാണിക്കുന്നത് കൂടുതൽ ജനങ്ങൾ പെട്ടെന്ന് അട്രാക്ട് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ്. അവിടെയാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്. ഇത് വലിയ വിപത്തിലേക്കാണ് പോകുന്നത്. ആ വിപത്തിനെ തടയാൻ സർക്കാർ സംവിധാനങ്ങൾ കൃത്യമായി ഇറങ്ങി പ്രവർത്തിച്ചില്ല എങ്കിൽ അത് ഉണ്ടാകാൻ പോകുന്ന പ്രയാസം നമുക്കൊന്നും അളക്കാവുന്നതല്ല. അതുകൊണ്ട് തന്നെ കൃത്യമായ ഇടപെടലുകൾ നടന്നില്ലെങ്കിൽ രാഷ്ട്രീയ മേഖലയിലുള്ളവർ പോലും അതിൽ ഇടപെടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകാനാണ് കേരളത്തിന്റെ അവസ്ഥ പോകുന്നത്. അതെ, ശ്രീ രാഹുലേശ്വർ, സിനിമാ മേഖല ലഹരി മാഫിയയുടെ പിടിയിലായോ എന്നുള്ളതാണ് ചർച്ചാ വിഷയം. ഒരു അധികാര കേന്ദ്രീകരണം ചില അദൃശ്യകരങ്ങൾ എവിടെയൊക്കെയോ നടത്തുന്നുണ്ട്. സിനിമയിലെ ഉള്ളടക്കത്തിലും ഈ ലഹരി ഉപയോഗത്തിൻ്റെ വിഷയത്തിലുമൊക്കെ ആ കൈകടത്തലുകൾ ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി സിനിമകളിലുടനീളം ദൃശ്യവുമാണ്. അതുമാത്രമല്ല, കഴിഞ്ഞ ദിവസം ഷൈൻ ടോം ചാക്കോ പോലീസിന് നൽകിയ മൊഴിയിൽ ഞാൻ മാത്രമല്ല, ഞങ്ങൾ മാത്രമല്ല, പലപ്പോഴും ഇതിൻ്റെ പേര് പറയുമ്പോൾ ഞങ്ങളെപ്പോലെയുള്ളവരുടെ പേരുകളാണ് വരുന്നത്, വമ്പന്മാർ വേറെയുമുണ്ട് എന്നാണ് പറയുന്നത്. ഈ വമ്പന്മാർ ആരാണ്? നമ്മൾ ഒരു അധികാര കേന്ദ്രീകരണം, പലപ്പോഴും അതിനെ മട്ടാഞ്ചേരി മാഫിയ എന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ട്. പക്ഷേ അങ്ങനെ ഒരു അധികാര കേന്ദ്രീകരണം എവിടെയൊക്കെയോ ഉണ്ടോ? ആ അദൃശ്യകരങ്ങൾ തന്നെയാണോ ഈ സിനിമാ മേഖലയെ നിയന്ത്രിക്കുന്നത്? രോഹിണിജി, ലോകസഭയില് ഫെബ്രുവരി 3, 2025 ക്വസ്റ്റ്യൻ നമ്പർ 223 മറുപടിയായി ലോകസഭയിലെ ഔദ്യോഗിക കണക്കുകളാണ്. എല്ലാവരും പേടിയോടെ അറിഞ്ഞിരിക്കേണ്ട കണക്കുകളാണ്. NDPS അറസ്റ്റ് കഴിഞ്ഞ വർഷം 2023 കണക്കുകളാണ് അവൈലബിൾ. കേരളത്തിൽ 33,191 കേസുകളാണ്, അറസ്റ്റുകളാണ് ഉണ്ടായത്. നമ്മുടെ തൊട്ട് താഴെയുള്ള പഞ്ചാബിൽ അത് ഏകദേശം 15,000 മാത്രമാണ്. ഏകദേശം അടുത്ത് നിൽക്കുന്ന മഹാരാഷ്ട്രയിൽ അത് 14,000 മാത്രമാണ്. ഇനി കേസുകളുടെ കണക്കെടുത്താൽ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ കേരളത്തിൽ ഏകദേശം 27,000-ത്തിലധികം കേസുകൾ എടുത്തു എന്നുള്ളതാണ്. അതിന്റെ ഗൗരവം മനസ്സിലാക്കണമെങ്കിൽ എറണാകുളം ജില്ലയുമായി ബന്ധപ്പെട്ട് മാത്രം കഴിഞ്ഞ 1.5 വർഷത്തിലെടുത്ത കേസുകൾ പഞ്ചാബ് എന്ന മുഴുവൻ സംസ്ഥാനത്തിലെടുത്ത കേസുകളോട് ഓൾമോസ്റ്റ് തുല്യമാണ് എന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. എറണാകുളം ജില്ലയിൽ 8,700-ഓളം കേസുകളും പഞ്ചാബിൽ 9,100-ഓളം കേസുകളുമാണെന്നാണ് കഴിഞ്ഞ ചില വർഷങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം കേരളത്തിന് ഗൗരവമായ ഒരു പ്രശ്നമുണ്ടെന്ന വിഷയത്തിൽ നമ്മൾ കണ്ണടച്ചിട്ട് കാര്യമില്ല. അതൊരു സത്യസന്ധമായ കാര്യമാണ്. നമ്മൾ ഈ വിഷയം കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഒരുമിച്ച് നിന്ന് പോരാടേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ വരും തലമുറകളുടെ വിഷയമാണ്. 2, സിനിമ അടക്കമുള്ള മേഖലകളിൽ ഇതിന്റെ വിപണനവും വ്യാപനവും ഉണ്ട് എന്ന് പലർക്കും പരസ്യമായും രഹസ്യമായിട്ടും അറിയുന്നതാണ്. ശ്രീ ഉല്ലാസ് അടക്കം പറഞ്ഞതുപോലെ ചില സിനിമകൾ ഇത്തരം കാര്യങ്ങൾക്ക് കൂടി വേണ്ടി എടുക്കുന്നതാണോ എന്ന് സംശയം തോന്നിക്കുന്ന രീതികളിൽ ഇത്തരം കാര്യങ്ങളുണ്ട്. ഇതിന്റെ പുറകിൽ ആരാണെങ്കിലും 2 രീതികളാണ് ലോകം മുഴുവൻ ഡീൽ ചെയ്യുന്നത്. അത് 2-handed അപ്രോച്ച് എന്ന് പറയും. ഒന്ന്, ശക്തമായ നിയമത്തിന്റെ കരങ്ങൾ കൊണ്ട് ഇതിന്റെ സപ്ലൈ സൈഡിനെ അടിച്ചമർത്തുക, ഇല്ലാതാക്കുക, മാക്സിമം ഡ്രഗ് ഹോൾസ് ഉണ്ടാക്കുക. കേരളത്തിന്റെ തീരത്തിനടുത്ത് 12,000 കോടിയോളം രൂപയുടെ മയക്കുമരുന്ന് പിടിച്ചു തുടങ്ങിയ വാർത്തകൾ നമ്മൾ കേൾക്കുകയുണ്ടായി.
അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒരു സൈഡ് സപ്ലൈ സൈഡ് ഇല്ലാതാക്കുക, രണ്ട് ഡിമാൻഡ് സൈഡ്. ഈ ഡിമാൻഡ് സൈഡിലാണ് നമ്മൾ അവയർനെസ്, മെന്ററിങ്, കോച്ചിങ് അല്ലെങ്കിൽ കൗൺസിലിംഗ് തുടങ്ങിയ കാര്യങ്ങളിലൂടെ ഇതിൽ പെട്ടുപോയവരെ രക്ഷിക്കുക. ഈ ലോകവ്യാപകമായി തന്നെ ഇന്ത്യ മാത്രമല്ല, നമ്മൾ കാനഡ, പോർച്ചുഗൽ, ഫിലിപ്പൈൻസ്, അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിൽ എടുത്തു നോക്കിയാൽ ഇന്ന് കൂടുതൽ സ്വീകരിക്കുന്ന ഒരു നിലപാടെന്ന് പറഞ്ഞാൽ ഡ്രഗ് യൂസേഴ്സിനെ വില്ലന്മാർ എന്നതിനേക്കാൾ വിക്ടിംസ് ആയി കൂടെ കാണുന്നുണ്ട്. ഇവരും കൂടി ഇരകളാണ്, പെട്ടുപോകുന്നതാണ്. ഇപ്പം പോർച്ചുഗലിൽ ഡിസ്വേഷൻ കമ്മീഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇവരെ ഇതിൽ നിന്ന് ഡിസ്വേഡ് ചെയ്യാൻ നമ്മുടെ തന്നെ പ്രഗത്ഭരായ താരങ്ങളായ സഞ്ജയ് ദത്ത്, രൺബീർ കപൂർ, ഫർദീൻ ഖാൻ ഒക്കെ ഈ തെറ്റിന്റെ വഴിയിൽ പെട്ടുപോയവരാണ്. അവരെ തിരിച്ചു കൊണ്ടുവരാനും ഇന്ന് പ്രത്യേകിച്ച് യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിവസം കൂടിയാണ്, അവരെ വീണ്ടെടുക്കാൻ ഉയർത്തെഴുന്നേൽപ്പ് അവരുടെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും വേണം. അപ്പോൾ ഒരു സൈഡിൽ അതിശക്തമായ അടിച്ചമർത്തൽ, നിയമം, ഡ്രഗ് മാഫിയകളെ ഇല്ലാതാക്കുക, ഡ്രഗ്സിന്റെ സപ്ലൈ ചെയിൻസ് കട്ട് ചെയ്യുക, അവരെ അറസ്റ്റ് ചെയ്യുക, മറുവശത്ത് പെട്ടുപോകുന്നവരെ രക്ഷപ്പെടുത്തുക. നമ്മുടെ ഒരു സഹോദരനോ സുഹൃത്തോ ഇതിൽ പെട്ടാൽ എന്തു പറ്റും? അപ്പൊ ആ മനോഭാവത്തോടെ നമ്മൾ ഇതിനെ കാണണം. അതിന് ഏറ്റവും വലിയ മാതൃകളിലൊന്ന് നമ്മുടെ ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ, അദ്ദേഹത്തിന്റെ മകൻ ഒരു കേസിൽ പെട്ടപ്പോ അദ്ദേഹം കാണിച്ച മാതൃക എല്ലാവരും, പ്രത്യേകിച്ച് പ്രതിഭാ മാഡം അടക്കമുള്ള MLA പോലും കേൾക്കേണ്ടതാണ്. എന്റെ മോനെ അങ്ങനെ പോലീസ് പിടിച്ചതിൽ ഞാൻ പോലീസിനോട് നന്ദി പറയുന്നു എന്നൊരു അച്ഛൻ പറയുകയും എനിക്ക് എന്റെ ശ്രദ്ധക്കുറവിലുണ്ടായ തെറ്റാണ്, ഞാൻ ഇവനെ തിരിച്ചു കൊണ്ടുവരുമെന്ന് ഒരു സമൂഹത്തിലെ ഒരു പ്രധാന നേതാവും പറയുന്നത് കേരളം കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ടതും പ്രോത്സാഹിപ്പിച്ചതുമാണ്. അതുകൊണ്ട് നമ്മുടെ എല്ലാം വീടുകളിലേക്ക് ഈ ഡ്രഗിന്റെ ക്യാൻസർ വരാൻ സാധ്യതയുണ്ട്. ഇവരെ വിക്ടിംസ് കൂടിയായി കാണുക, രക്ഷപ്പെടുത്താൻ ശ്രമിക്കുക, അതോടൊപ്പം ഡ്രഗ് പെഡിലേഴ്സിനെയും അല്ലെങ്കിൽ ഡ്രഗ് മാഫിയയെയും ഇല്ലാതാക്കാൻ നോക്കുക. അപ്പൊ ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ഒരുപാട് സർവ്വതല സ്പർശിയായ കേസാണ്. ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ ഫിലിപ്പൈൻസിലാണ് ഏറ്റവും രൂക്ഷമായി ഇതിനോടുള്ള സമീപനം ഉണ്ടായത്. റോഡ്രിഗോ ഡുട്ടേർട്ട് എന്ന് പറയുന്ന ഫിലിപ്പൈൻസ് പ്രസിഡന്റ് ഡ്രഗ് വാർ ഓൺ ഡ്രഗ്സിന് വേണ്ടി 7000 പേരെ വെടിവെച്ചു കൊന്നു. നമ്മുടെ രാജ്യത്ത് അത്തരം നടപടികൾ പോസിബിൾ ആകില്ല. പകരം നമുക്ക് വേണ്ടത് എന്താ? ഒരു കൈയിൽ തല്ലും മറുകൈയിൽ തലോടലും എന്ന് പറയുന്നത് പോലെ, ഒരു കൈയിൽ നിയമവും മറുകൈയിൽ കരുണയും എന്ന് പറയുന്നത് പോലെ ഈ പെട്ടുപോയവരെയും കൂടെ രക്ഷിക്കുക എന്ന് പറയുന്ന ഉദാത്ത മാതൃകയാണ്. അതിലൂടെ തിരിച്ചു വന്നവരാണ് സഞ്ജയ് ദത്ത്, രൺബീർ കപൂർ, ഒരുപാട് പേർ. അപ്പോൾ ആരെങ്കിലും അങ്ങനെ തെറ്റിന്റെ വഴിയിൽ പോയിട്ടുണ്ടെങ്കിൽ അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു മനോഭാവം കൂടി നമുക്ക് വേണം. അവിടെയാണ് ശക്തി ഒട്ടും കുറയ്ക്കണമെന്നല്ല, ഒരു കൈ ശക്തിയും ഒരു കൈ സ്നേഹവും. ഈ ശക്തിയും സ്നേഹവും ഒരുമിച്ച് കൊണ്ടുപോയി നമ്മുടെ സമൂഹത്തെ നന്നാക്കേണ്ട ഉത്തരവാദിത്വം ഹരിദാസ് സാറിനും ഉല്ലാസിക്കും രോഹിണി മാഡത്തിനും എനിക്കും നമ്മൾ എല്ലാവർക്കുമാണ്. ആ ഉത്തരവാദിത്ത മാധ്യമങ്ങൾ, കേരളത്തിലെ മാധ്യമങ്ങൾ നല്ല രീതിയിൽ തന്നെ ഇത് റേസ് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യേണ്ടത്. പക്ഷേ ഒരു കാര്യം കൂടി ശ്രീ രാഹുൽ ഈശ്വർ, ഇവിടെ നമുക്ക് ഈ ബോധവൽക്കരണവും അല്ലെങ്കിൽ ഇതിലിരകളാകുന്നവരെ ചേർത്ത് പിടിക്കലും ഒക്കെ പ്രായോഗികമായി നടക്കും ഒരു പരിധിവരെ. പക്ഷേ ഇത് ബോധപൂർവം സമൂഹത്തിലേക്ക് ഇൻജക്റ്റ് ചെയ്യുന്നവരെ മാറ്റി നിർത്തേണ്ടത് അവിടെ എവിടെയാണ് പിഴയ്ക്കുന്നത്? നമ്മൾ പറഞ്ഞതുപോലെ ഇപ്പോൾ ഷൈൻ ടോം ചാക്കോ 2015 രജിസ്റ്റർ ചെയ്യുന്ന കൊക്കൈൻ കേസ് സിനിമാ മേഖലയിലെ ആദ്യത്തെ കേസായിരുന്നു. അന്ന് അദ്ദേഹത്തോടൊപ്പം പിടികൂടിയ 4 യുവതികൾ അന്ന് അവർ ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്ന ആ ചലച്ചിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ളവർ കൂടിയായിരുന്നു. അത് 2025 എന്തായി എന്നുള്ളത് കണ്ടതാണ്. തെളിവുകളുടെ അഭാവത്തിൽ ഹൈക്കോടതിക്ക് കുറ്റവിമുക്തനാക്കേണ്ടി വന്നെങ്കിൽ പോലും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും രൂക്ഷ വിമർശനമാണ് ഉണ്ടായത്. അവിടെ പോലീസിന്റെ അലംഭാവം, എന്തുകൊണ്ട് തെളിവുകളുടെ അലംഭാവം വന്നു എന്നുള്ളതൊക്കെ അവിടെ കോടതി പരാമർശിച്ചു തന്നെയാണ് പോയത്. ഈ കഴിഞ്ഞ 10 കൊല്ലവും അതിനിപ്പുറവും ഷൈൻ ടോം ചാക്കോ അതിൽ നിന്നും യാതൊരു തരത്തിലും പിന്നോട്ട് പോവുകയോ വ്യതിചലിക്കുകയോ ചെയ്യുന്നത് കണ്ടിട്ടില്ല. ഇപ്പോഴും നിർബാധം അത് ഉപയോഗിക്കുന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി കഴിഞ്ഞ ദിവസവും നമ്മൾ കണ്ടതാണ്. പോലീസ് സ്റ്റേഷന് മുന്നിൽ എത്തുമ്പോൾ പോലും ഷൈൻ വച്ചു പുലർത്തുന്ന ഒരു ആത്മവിശ്വാസമുണ്ട്. അത് കഴിഞ്ഞ് ചോദ്യാവലിക്ക് മുന്നിൽ ഓരോ ഉത്തരങ്ങൾ നൽകുമ്പോഴും അവസാനമൊന്ന് പകച്ചു പോകുന്ന ഷൈൻ പറയുന്നത് ഇതിൽ വമ്പന്മാർ വേറെയുമുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ കുറേ നാളുകളായുള്ള സിനിമകളുടെയൊക്കെ ഉള്ളടക്കം മാത്രം പരിശോധിച്ചാൽ മതിയാകില്ല. അത് രാഹുൽ ഈശ്വറിന് കൃത്യമായി തന്നെ അറിയാമല്ലോ. പണ്ടൊക്കെ ഒരു കുടുംബ പശ്ചാത്തലം, പ്രണയം, രാഷ്ട്രീയം അല്ലെങ്കിൽ ഹാസ്യം, ഇതിലൊക്കെ ഊന്നു നിന്ന സിനിമാ മേഖല ഇപ്പോൾ എവിടെയാണ് എത്തി നിൽക്കുന്നത്? പണ്ട് വില്ലന്മാർ മാത്രം പുകവലിക്കുകയും മദ്യപിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നിടത്ത് ഇപ്പോൾ നായകന് അതില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള അവസ്ഥയല്ലേ? ഇവിടെ ഒരു കഞ്ചാവിലേക്ക് അല്ലെങ്കിൽ ലഹരി തരുന്ന ഒരിടത്തിലേക്ക് പോകുന്നത് തന്നെ ഒരു അഡ്വഞ്ചറസ് ട്രിപ്പായി എടുത്ത സിനിമകളിലെ. അപ്പോൾ ഈ ഉള്ളടക്കം വളരെ ബോധപൂർവം തിരികെ കയറ്റുന്ന ഒരു സംഘം, ആ സംഘത്തിനെ നിയന്ത്രിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? അവിടെയാണ് രോഹിണിജി പറഞ്ഞ വളരെ പ്രസക്തമായ ഒരു കാര്യം. ഇത് കാണുന്ന എല്ലാ മലയാളികളും ചിന്തിക്കണം. ഒരു 20-30 വർഷം മുമ്പ് ഈ മദ്യപിക്കുകയും മയക്കുമരുന്ന് ഉപയോഗിക്കുകയും ഉറക്കച്ചിരിക്കുകയും ഒക്കെ ചെയ്യുന്ന വില്ലനായിരുന്നു. ഇന്ന് അങ്ങനെ മദ്യപിക്കുകയും മയക്കുമരുന്ന് ഉപയോഗിക്കുകയും ഉറക്കച്ചിരിക്കുകയും ചെയ്യുന്നത് നായകനായി മാറി എന്നുള്ളൊരു ദൗർഭാഗ്യം നമ്മുടെ സിനിമ
ഉണ്ട്, തെറ്റായ മാതൃകകൾ പലപ്പോഴും കൊടുക്കുന്നുണ്ട്. നേരത്തെ ഉല്ലാസി വളരെ രസകരമായി പറയുകയുണ്ടായി നമ്മുടെ ആവേശം സിനിമയിൽ. അതിലെ വാക്കുകൾ തന്നെ മറ്റേ കത്തി കൊണ്ട് ഹരിശ്രീ, ഈ സോഡാ കുപ്പി കൊണ്ട് ഇത് ചെയ്യുന്നു, അല്ലെങ്കിൽ രക്തം അടിച്ച സർബത്ത്. അപ്പം നമ്മുടെ യുവാക്കളെ ഈ നെഗറ്റീവ് ഇൻഫ്ലുവൻസിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ചില ആൾക്കാർ ബോധപൂർവ്വം എഴുതുന്നതായിരിക്കാം, ചില ആൾക്കാർ പ്രകോപനത്തിന് വേണ്ടി എഴുതുന്നതായിരിക്കാം, ചില ആൾക്കാർ സ്വാഭാവികമായി ചേഞ്ചിങ് ട്രെൻഡ് എന്ന് പറഞ്ഞായിരിക്കാം. പക്ഷേ ഈ ട്രെൻഡ് നമുക്ക് നല്ലതല്ല. ഇങ്ങനെ ഒരു ട്രെൻഡ് ബാക്കി ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിലൊന്നും ഇല്ലല്ലോ. ഈ ട്രെൻഡ് നമുക്ക് നല്ലതല്ല. ഈ ഉടുത്ത പഞ്ചാബ് എന്ന ഹിന്ദി സിനിമ പോലെ, അതായത് ഹൈ ആയി മാറിക്കൊണ്ടിരിക്കുന്ന പഞ്ചാബ് പോലെ ഒരു ഉടുത്ത കേരള എടുക്കേണ്ട അവസ്ഥ നമുക്ക് വരരുത്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? പഴയ പോലെ എല്ലാവരും പ്രേം നസീറും മറ്റേ സത്യമാഷും ആവണമെന്ന് അങ്ങനത്തെ അഭിനയിക്കണമെന്നല്ല. പക്ഷേ സിനിമയിൽ തെറ്റായ മാതൃകകൾ പെൺകുട്ടികൾ ഇത് ഉപയോഗിക്കുന്നു, അത് നോർമലാണ്. ഇതിനെ നോർമലൈസ് ചെയ്യുമ്പോൾ പറ്റുന്നത് ഒരു 15-16 മുതൽ 25 വയസ്സുള്ള കുറെ കൂടെ ഇംപ്രഷനബിൾ ഏജ് ഉള്ള യങ്സ്റ്റേഴ്സ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. LSD ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, MDMA ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, കഞ്ചാവല്ലേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം തുടങ്ങിയ ധാരണകൾ വരുന്നു. ഒരുപക്ഷെ നമ്മളെല്ലാം ഓർമ്മയാണ്, നമ്മൾ വളർന്നു വന്നപ്പോൾ സുഗതകുമാർ ടീച്ചറിന്റെ ഒരു ലേഖനം നമുക്ക് സ്കൂളിൽ പഠിക്കാനുണ്ടായിരുന്നു. അന്ന് സിഗരറ്റ് വലിക്കെതിരെയായിരുന്നു. സിഗരറ്റ് വലിക്കുന്നവൻ നായകനാണെന്ന് നിങ്ങളാരും തെറ്റിദ്ധരിക്കരുതെന്ന് പറഞ്ഞാണ് സുഗതകുമാരി ടീച്ചർ ആ ലേഖനം എഴുതിയത്. ഇന്ന് നോക്കുമ്പോൾ സിഗരറ്റും മദ്യവും ഒക്കെ എത്രയോ ചെറിയ പ്രശ്നങ്ങളാണ്, അതിനേക്കാൾ എത്രയോ വലിയ പ്രശ്നങ്ങൾ നമ്മുടെ യുവാക്കളും യുവതികളും അനുഭവിക്കുന്നു. അപ്പൊ ഇതൊരു സീരിയസ് ഇഷ്യൂ ആണ്. ഇതിനെതിരെ ജാഗ്രത, അവയർനെസ്, ആക്ഷൻ, ക്യാമ്പയിൻസ്, ഡിസ്വേഷൻ, ജീവിതമാണ് ലഹരി എന്ന തിരിച്ചറിവ്, ഇത്തരം കാര്യങ്ങൾ ആക്റ്റീവായി ചെയ്യണം. ഇനി ഞാനൊരു ആത്മീയവാദി കൂടി ആയതുകൊണ്ട് ഇതിനൊരു സ്പിരിച്വൽ തലം കൂടെയുണ്ട്. ഒരുപാട് ആൾക്കാർ, ശ്രീ രവിശങ്കർജി അടക്കം ഒരുപാട് നമ്മുടെ ആത്മീയ നേതാക്കൾ, ഹിന്ദു ഇന്ത്യൻ ആത്മീയ നേതാക്കൾ സൂചിപ്പിക്കാറുണ്ട് ഒരു സ്പിരിച്വാലിറ്റിയുടെ കൂടെ. ഇനിയും സ്പിരിച്വാലിറ്റി എന്ന വാക്ക് ലെഫ്റ്റ് ലിബറൽസിന് ഇഷ്ടമല്ലെങ്കിൽ എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ്, ജീവിക്കാനുള്ള ബോധ്യവും ബോധവും, ഇത് നമ്മുടെ യങ്സ്റ്റേഴ്സിന് കൊടുക്കാൻ കൂടി കഴിയണം. അങ്ങനെയുള്ളവരാണ് പലപ്പോഴും ഈ ജീവിതത്തിൽ വഴിതെറ്റി പോകുന്നത്. ആ വഴിതെറ്റി പോകുന്നവരെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. അപ്പൊ ഷൈൻ ടോം ചാക്കോയുടെ സഹോദരൻ, അദ്ദേഹത്തിന്റെയും കൂടെ ഞാൻ ഇത് കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ 12 ദിവസം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ കിടക്കുകയായിരുന്നു. ഞാൻ മോശമായിട്ട് പറയല്ല, ഈ കിളിപോയി രീതിയിൽ സംസാരിക്കുന്ന ആൾക്കാർ അതൊരു നോർമലൈസ് ചെയ്യപ്പെടരുത്. അവിടെയാണ് ഷൈൻ ടോം ചാക്കോ ഗംഭീരനായ അഭിനേതാവാണ്, ശ്രീനാഥ് ഭാസി ഗംഭീരനായ അഭിനേതാവാണ്. പക്ഷേ ഇവരുടെ ജീവിതം ഇവർ നശിപ്പിക്കരുത്, ബാക്കിയുള്ളവരെ നശിപ്പിക്കാൻ പ്രേരിപ്പിക്കരുത് എന്ന ബോധ്യം ഇവർക്ക് കൊടുക്കുകയും നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു സ്പിരിച്വൽ കണ്ടന്റുള്ള, ആത്മീയ കണ്ടന്റുള്ള കാര്യങ്ങളും അതോടൊപ്പം ജീവിതോന്മുഖമായ കാര്യങ്ങളും ഇത്തരം വിഷയങ്ങൾ കൂടെ എടുക്കണം. പലപ്പോഴും ലെഫ്റ്റ് ഗവൺമെന്റിനെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ വിമർശിക്കട്ടെ, അവർക്ക് അങ്ങനെ ജീവിതോന്മുഖമായ ഒരു സ്പിരിച്വലോ ലൈഫ് സ്കിൽസോ തുടങ്ങിയ കാര്യങ്ങളിൽ പലപ്പോഴും ഒരു വിശ്വസിക്കാൻ ില്ല. കാരണം നമ്മൾ വിശ്വസിക്കുന്ന ചില മൂല്യ സംവിധാനങ്ങളിൽ അവർ അവരുടേതായ ഒരു ഐഡിയോളജി കാരണം വിശ്വസിക്കാറില്ല. അങ്ങനെയല്ല, താത്വികമായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് ജീവിതോന്മുഖമായ ഒരു ദർശനം, ഒരു ഓറിയന്റേഷൻ തുടങ്ങിയ കാര്യങ്ങളും കൂടി ഇല്ലെങ്കിൽ പല കുട്ടികളും വഴിതെറ്റിപ്പോകും. അതുകൊണ്ടല്ലേ ഇത്രയും വിദ്യാസമ്പന്നമായ കേരളത്തിൽ ഇത്രയും വഴിതെറ്റൽ ഉണ്ടാകുന്നത്. അതോടൊപ്പം ഷൈൻ ടോം ചാക്കോയുടെ ഒക്കെ ആറ്റിറ്റ്യൂഡ് വളരെ പ്രകോപനപരമാണ്. മോഹൻലാൽ 2020 മറ്റേ എടുത്തു ചാടുന്ന ഇതിടുന്നു, അദ്ദേഹം ഓടി ഒരു ബാത്റൂമിലേക്ക് കയറുന്നു, തിരിച്ചിറങ്ങുന്നു, ഷൈൻ ടോം ചാക്കോ എവിടെ നിന്നുള്ള മറുപടി ഇടുന്നു. ഇതൊക്കെ നിയമ സംവിധാനത്തെ കളിയാക്കുന്നത് പോലെയാണ്. തിരിച്ചു വരാൻ പരമാവധി അവസരങ്ങൾ കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നാൽ കുറെ കൂടി ഉത്തരവാദിത്തത്തോടെ പെരുമാറണം. അങ്ങനെ അല്ലാത്തവരെ ആ രീതിയിൽ പോസിറ്റീവ്ലി ശിക്ഷിച്ച് രക്ഷിക്കാനും കൂടെ കഴിയുന്ന രീതിയിൽ ശിക്ഷയും വേണം, രക്ഷയും വേണമെന്ന ഒരു കാര്യം കൂടി ശ്രീ രാഹുൽ ഈശ്വർ, അതായത് ഇവിടെ ഒരു ഷൈൻ ടോം ചാക്കോ മാത്രമാകാനുള്ള സാധ്യത കാണുന്നില്ലല്ലോ. ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, ഇവിടെ വളരെ ബോധപൂർവം ഇത് തിരികെ കയറ്റുന്ന അല്ലെങ്കിൽ കൈകടത്തൽ നടത്തുന്ന ഒരു ശൃംഖല ഈ സിനിമാ മേഖലയിൽ പിടിമുറുക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ്. നമുക്ക് അതിന്റെ തെളിവുകളോ കാര്യങ്ങളോ ഇല്ല. ഇപ്പൊ നേരത്തെ മേളിൽ ഇവിടെ മട്ടാഞ്ചേരി മാഫിയ അടക്കമുള്ള പ്രയോഗങ്ങൾ ഞാൻ ജനം ടി വിയിൽ കാണുകയുണ്ടായി, ഞാൻ യൂട്യൂബിൽ സൈഡിൽ കണ്ടപ്പോൾ. അങ്ങനെ എന്തെങ്കിലും മാഫിയ ഉണ്ടെങ്കിൽ നമ്മുടെ കേരള സർക്കാരും കേന്ദ്ര സർക്കാരും ഇടപെട്ടത് നശിപ്പിക്കണം. മുമ്പ് എനിക്കതിൽ എന്റെ അഭിപ്രായമല്ല, ശ്രീ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ആയിരുന്ന ഒരു കാലത്ത് അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന തന്നെയുണ്ട്. ഓപ്പിയം വാറുകൾ പോലെ, അതായത് ചൈനയും ബ്രിട്ടനും നടത്തിയ ഓപ്പിയം വാറുകൾ പോലെ മനഃപൂർവ്വം നമ്മുടെ നാട്ടിലേക്ക്, അന്ന് ബ്രിട്ടീഷുകാര് ചൈനയിലേക്ക് കറുപ്പ് ഓപ്പിയം കയറ്റി അയച്ച് അവിടുത്തെ യുവാക്കളെയും യുവതികളെയും അല്ലെങ്കിൽ വിശിഷ്യ യുവാക്കളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. അതിനെതിരെയാണ് ചൈനയും ബ്രിട്ടനും തമ്മിൽ ഓപ്പിയം വാർ. അതേപോലെ കേരളത്തിലേക്ക് മാഫിയ സംഘങ്ങൾ വരുന്നുണ്ടോ എന്ന് ആഭ്യന്തര വകുപ്പിന് സംശയമുണ്ട് എന്ന് ശ്രീ രമേശ് ചെന്നിത്തല അടക്കം, അതായത് പദവിയിലിരിക്കുന്ന ആളടക്കം സൂചിപ്പിച്ചിട്ടുണ്ട്. ഉണ്ടെങ്കിൽ അത് അതിശക്തമായി തടയാനും അതിനെ കർശനമായി അടിച്ചമർത്താനും അമർച്ച ചെയ്യാനും കൂടി നമുക്ക് കഴിയണം. ശരി, ശ്രീ എം കെ ഹരിദാസ്, അത്തരം ഒരു സംഘടനയുണ്ടോ എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ അനൗദ്യോഗികമായാണ് ആ പദപ്രയോഗം നടത്തുന്നത്, മട്ടാഞ്ചേരി മാഫിയ എന്നൊക്കെയുള്ളത്. പക്ഷേ കൃത്യമായി അങ്ങനെ ഒരു സംവിധാനമുണ്ട് എന്നുള്ളതിൻ്റെ അവസാന കണ്ണികളാകുകയല്ലേ ഈ ലഹരി ഉപയോഗത്തിൽ
പിടിക്കുന്ന പല നടന്മാർമാരും അവർ പറയുന്നത് തങ്ങൾ മാത്രമല്ല മറ്റ് പല വമ്പന്മാരും ഉണ്ട് എന്നുള്ളത്. തീവ്രവാദവും ലഹരി ഉപയോഗവും സിനിമയിലൂടെ കയറ്റാം എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ഈ മേഖലയിലുണ്ട് എന്ന് തന്നെയല്ലേ കരുതേണ്ടത്? രോഹിണിയുടെ ചോദ്യത്തിനുള്ള മറുപടിയിലേക്ക് എത്തണേക്കാട്ടിന് മുമ്പ് സിനിമയിൽ സജീവമായിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ മാനേജർ, അദ്ദേഹം ഇപ്പോ കുറച്ച് ശാരീരികമായ അവശതകൾ കൊണ്ട് വീട്ടിലിരിക്കുകയാണ്. അപ്പൊ എനിക്ക് പരിചയക്കാരനാണ്. അദ്ദേഹം പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാനൊക്കെ പ്രൊഡക്ഷൻ മാനേജറായിരിക്കുന്ന സമയത്ത് ഇല്ലാത്ത ഒരു റിസ്ക്കും റെസ്പോൺസിബിലിറ്റി ഇപ്പോഴത്തെ പ്രൊഡക്ഷൻ മാനേജർമാർക്കുണ്ട്. കാരണം ചില നടന്മാരെ സൈറ്റിലെ ഷൂട്ടിംഗ് സ്ഥലത്ത് എത്തണമെങ്കിൽ അവർ ആവശ്യപ്പെടുന്ന ലഹരി മരുന്ന് ആ ഷൂട്ടിംഗ് സെറ്റിൽ എത്തി എന്ന് ഉറപ്പ് വന്നതിന് ശേഷമേ അവർ ഹോട്ടൽ മുറിയിൽ നിന്നായാലും അവരുടെ വീട്ടിൽ നിന്നായാലും പുറപ്പെടുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇപ്പോ ഈ പ്രൊഡക്ഷൻ മാനേജർമാരുടെ ഡ്യൂട്ടി കൂടിയിരിക്കുകയാണ്. കാരണം ഇതിന്റെ വിതരണക്കാരെ കൂടി, അതായത് ലഹരി മാഫിയയുടെ കണ്ണികളെ കൂടി കണ്ടെത്തേണ്ട അവസ്ഥയിലേക്ക് അവർ എത്തിച്ചെന്ന് നിൽക്കുകയാണ് മലയാള സിനിമയിൽ നിന്ന്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഒരു 10-15 കൊല്ലം മുമ്പൊന്നും ഇത്തരം ഒരു കാര്യത്തെ കുറിച്ചിട്ട് ആരെങ്കിലും ഒരു കഞ്ചാവ് വലിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ അവരുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് റൂമിൽ പോയിട്ട് ഒരു കഞ്ചാവ് കത്തിച്ചിട്ട്, ഇപ്പൊ ഈയിടെ ഒരു പ്രമുഖ നിർമ്മാതാവ് ഈ ഭാരത് ടൂറിസ്റ്റ് ഹോമിൽ ഒരു കഥ ചിത്രീകരിക്കുന്ന സമയത്തേക്ക് അവിടേക്ക് അദ്ദേഹം വേറെ ഒരു തിരക്കഥാകൃത്തിനെ വിളിച്ചു വരുത്തുകയും ആ തിരക്കഥാകൃത്തിനെ ഒരു പുതിയ സിനിമ ചെയ്യാൻ താല്പര്യമുണ്ടോ എന്നറിയാൻ വേണ്ടി ചെന്നപ്പോ പറഞ്ഞത് ഒരു പ്രമുഖ നടനും അതുമാതിരി തന്നെ 1-2 നിർമ്മാതാക്കളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും കഞ്ചാവിന്റെ പുറത്താണ്. കാരണം ഒരാൾക്ക് മാത്രമാണ് കഷ്ടിച്ച് ഞാൻ ചെന്നിട്ടുള്ള ആവശ്യം എന്നോട് പറയാൻ പറ്റിയിട്ടുള്ളത്. ബാക്കി എല്ലാവരും ചിലവർ അങ്ങാട്ടി തിരിഞ്ഞു നടക്കുന്ന ഒരു പ്രമുഖ നടൻ എന്ന് പറഞ്ഞാൽ അത്രയും പ്രമുഖ നടനുണ്ട്. അപ്പൊ അതൊക്കെ ഒരു റൂമിൽ ഒതുങ്ങുന്ന കാര്യങ്ങള്. ഇത്തരത്തിൽ നമ്മൾ പറയില്ലേ, ഒരു ആരറിഞ്ഞാലും ഞങ്ങൾക്ക് വിരോധമില്ല, ഞങ്ങൾ സെലിബ്രിറ്റികളാണ്, ഞങ്ങളുടെ ഇത്തരത്തിലുള്ള തെറ്റുകളെല്ലാം ന്യായീകരിക്കാൻ പുറത്ത് സോഷ്യൽ മീഡിയ വഴി ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് വലിയൊരു സമൂഹമുണ്ട് എന്നുള്ള ബോധത്തില് ഈ ഷൈൻ ടോം ചാക്കോയും ഈ ശ്രീനാഥ് ബാസിയെ പോലുള്ളവരും ചേർന്ന് നടത്തുന്ന ഇത്തരം അപച്യുതികളെ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടിയിട്ട് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്തു എന്നുള്ള ചോദ്യചിഹ്നമായി തന്നെ അവശേഷിക്കുകയാണ്. കാരണം ഇപ്പൊ ഈ ഷൈൻ ടോം ചാക്കോ ആ കേസിലെ ഇപ്പൊ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കേണ്ട വ്യക്തിയാണ്. അദ്ദേഹം അവിടെ നിന്ന് ഭംഗിയായിട്ട് ഊരിപ്പോന്നു. ആരാണ് ആ നിയന്ത്രിത ശക്തി? അതായത് തൊണ്ടി മുതൽ മാറ്റാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച വ്യക്തി. അത് നമ്മുടെ സർക്കാരിന് അന്വേഷിച്ച ആ വ്യക്തികളെ കണ്ടെത്താം. അത് പോലീസിന്റെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നവരാണോ, അതോ പുറത്തു നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുമാതിരി തന്നെ പുറത്തു നിന്ന് മാറ്റാൻ വരുന്ന ഗേങ് ആണോ അത് മാറ്റിയത് എന്ന് കണ്ടെത്താം. പക്ഷെ അത് കണ്ടെത്തി കഴിഞ്ഞാൽ ഇതിലത്തെ രാഷ്ട്രീയമായിട്ട് ഇതിൽ ഇടപെടുന്ന കണ്ണികളിലേക്ക് അന്വേഷണം ചെന്നെത്തും. അപ്പൊ രാഷ്ട്രീയക്കാരുടെ മുഖം വികൃതമാകും. അപ്പൊ ഇത് ഒരു നിസ്സാരമായിട്ടുള്ള ഒരു സംഗതിയല്ല. തൂണിലും തുരുമ്പിലും ദൈവം ഇരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈയിടെ ഒരു RMO റിട്ടയർ ചെയ്ത ഒരു RMO എന്നോട് പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, എറണാകുളത്തെ സ്വകാര്യ സർക്കാർ ആശുപത്രികൾ, അതായത് കിടത്തി ചികിത്സയുള്ള ആശുപത്രികളുടെയും സ്വകാര്യ ആശുപത്രികളുടെയും റിസപ്ഷനുകളിലും അതുപോലെ തന്നെ OP ടിക്കറ്റ് വിതരണം ചെയ്യുന്ന സ്ഥലങ്ങളിലുമാണ് ഏറ്റവും കൂടുതൽ ഈ മയക്കുമരുന്ന് കൈമാറുന്ന സ്ഥലമായിട്ട് മാറിയിരിക്കുന്നത്. കാരണം അവിടെയൊന്നും കൃത്യമായ പോലീസ് വരില്ലെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് ഈ സാധാരണക്കാരായ ഉപയോക്താക്കൾക്ക് വേണ്ടി, ഇതിപ്പോ ഉപഭോക്താവ് എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയായി. ഇത് ഉപയോഗിക്കാതെ തന്നെ ഒരു 24 മണിക്കൂർ കഴിച്ചുകൂട്ടാൻ പറ്റാത്ത ഷൈൻ ടോം ചാക്കോനെ പോലെ, ഷൈൻ ടോം ചാക്കോ ഒരു പ്രമുഖ നടനായതുകൊണ്ട് നമ്മൾ പേരറിയുന്നു. ഇത് ഉപയോഗിക്കാതെ തരമില്ലാത്തവനെയാണ് ഉപയോക്താവ് എന്ന് പറയുക. ഉപഭോക്താവ് എന്ന് പറയുമ്പോൾ അത് കിട്ടിയാൽ ഉപയോഗിക്കുന്നവൻ മാത്രമാണ് അവൻ. അപ്പൊ ഉപയോക്താക്കളായിട്ട് മാറുന്നവരെ ഇത്തരം സ്ഥലങ്ങളിൽ വന്നിട്ട് അത് കൈമാറ്റം ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് വരെ നമ്മുടെ കേരളത്തെ കൊണ്ടുചെന്ന് എത്തിച്ചു എന്ന് പറയുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇതിന്റെ വിപത്തിനെ കുറിച്ചിട്ട് മനസ്സിലാക്കേണ്ടത്. അതായത് പ്രൊഡക്ഷൻ കൺട്രോളർമാരുടെ ചുമതലകളിൽ മാറ്റം വരുന്നു ഈ ഒരു വിഷയത്തിന്റെ പേരില്. അപ്പൊ ഇതിന്റെ കണ്ണികൾ നേരത്തെ രാഹുൽ ഈശ്വർ പറഞ്ഞു, അതായത് ഇതിന്റെ വിതരണം, ഇത് എവിടെ നിന്ന് വരുന്നു, അത് എവിടെ വിതരണം ചെയ്യപ്പെടുന്നു, അതിന്റെ വിൽപ്പനയുടെ രീതികൾ എന്താണ്, ഇതിനൊക്കെ അപ്പുറം ഇത് എത്തി നിൽക്കുക ഇതിന്റെ രാഷ്ട്രീയമായ പങ്കാളിത്തത്തിലേക്കാണ്. അത് രാഷ്ട്രീയമായ പങ്കാളിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രതിപക്ഷത്തിന്റെ ആരെങ്കിലും വിചാരിച്ചു കഴിഞ്ഞാൽ ഇത്തരക്കാരെ ജയിലിൽ നിന്നോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലെ, ഇപ്പൊ ഇന്നലെ ഷൈൻ ടോം ചാക്കോനെ വിട്ടിരിക്കുന്നത് സ്റ്റേഷൻ ജാമ്യത്തിലാണ്. അപ്പൊ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാൻ കഴിയാത്ത വിധത്തിലുള്ള മയക്കുമരുന്ന് കയ്യിലുള്ള ഒരു വ്യക്തിയെ പിടിച്ചു കഴിഞ്ഞാൽ അതിന് FIR ഇടാൻ വേണ്ടിയിട്ട് ഒരു നിശ്ചിത സമയം നമ്മുടെ പോലീസുകാർ കാത്തിരിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ, എവിടെ നിന്നാണ് ഭരണകക്ഷിയുടെ വിടി വരുന്നത്, ഇവനെ വിട്ടോളൂ, സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടോളൂ, പിന്നത്തെ കാര്യം പിന്നീട് നോക്കാം എന്ന അവസ്ഥയിലേക്ക് കേരളം എത്തിച്ചേർന്നിട്ടുണ്ട്.
ആ എത്തിച്ചേരലിലാണ് നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് ഈ വലിയ മയക്കുമരുന്ന് വിൽപ്പനയുമായിട്ട്, ഞാൻ അവരുടെ സംഭരണത്തിന്റെ കാര്യത്തിൽ ഞാൻ അവരെ പറയുന്നില്ല, കേരളത്തിലെ വിൽപ്പനക്കണ്ണികളുമായിട്ട് ഉള്ള ഒരു അടുപ്പത്തിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇവർക്ക് കൃത്യമായിട്ട് ഇതിന്റെ മാസപ്പടി എല്ലാവർക്കും കൃത്യമായിട്ട് സിനിമാ ലോകത്തു നിന്നായാലും ഏത് ലോകത്തു നിന്നായാലും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ ഇപ്പൊ ഉദാഹരണത്തിന് ഒരു കാര്യം കൂടി ഒന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ. കണ്ണൂര് ജില്ലയിൽ ഒരു സ്ഥലത്ത് ഒരു പെൺകുട്ടി തനിക്ക് കല്യാണാലോചന വന്നപ്പോൾ എന്താ ചെയ്തത്? ചെക്കന്റെ ബയോഡാറ്റ ആയിട്ട് ആ ചെക്കന്റെ പരിധിയിലുള്ള പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അന്വേഷിക്കുകയും ചെയ്തത് ഇവന്റെ പേരിൽ വല്ല മയക്കുമരുന്ന് കേസുകളുണ്ടോ എന്നുള്ളത്. ഈ നിലയിലേക്ക് കേരളത്തിലെ പെൺകുട്ടികൾ ജാഗരൂകരാകേണ്ട സ്ഥിതിയിലേക്ക്, അതായത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കേരളത്തിൽ നടക്കുന്ന 100 കല്യാണം നടന്നു കഴിഞ്ഞാൽ 50 കല്യാണ ചെക്കന്മാരും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരാണെന്നുള്ളൊരു കണ്ടെത്തലാണ് നാട്ടിൻപുറങ്ങളിൽ നിന്ന് സംസാരത്തിൽ നിന്ന് കേൾക്കാനുള്ളത്. അപ്പൊ ആ പെൺകുട്ടി സ്വയം പോയിട്ട് അന്വേഷിക്കേണ്ട അവസ്ഥയിലേക്ക് കേരളത്തിൽ മയക്കുമരുന്ന് ഒരു കാർമേഘം പോലെ, അതായത് നമ്മളല്ലേ കർക്കടക മാസത്തിൽ രൂപം കൊണ്ട കാർമേഘം പോലെ ഓരോരുത്തരുടെ തലയ്ക്ക് മീതും കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് അങ്ങനെയല്ല കേരളം എന്ന് വരുത്തി തീർക്കേണ്ട പരിപൂർണ ചുമതലയും ഇവിടുത്തെ കേരളം ഭരിക്കുന്ന സർക്കാരിനാണ്. അതിനെ 3 ഡിപ്പാർട്ട്മെന്റുകളെയും കൂടി ഏകോപിപ്പിച്ചിട്ട് ഒരു നടപടി എടുത്തിട്ടില്ലെങ്കിൽ ഇതിന്റെ ദുരന്തം നമ്മൾ വളരെയധികം അനുഭവിക്കേണ്ടി വരുമെന്നാണ് രോഹിണി എനിക്ക് പറയാനുള്ളത്. ശരി, ശ്രീ TS ഉല്ലാസ് ബാബു, കേരളത്തിൽ നിത്യേന കഞ്ചാവ് കേസുകൾ പിടിക്കപ്പെടുന്നുണ്ട്. MDMA പോലെയുള്ള മാരക മയക്കുമരുന്ന് കേസുകളും രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം ഏറ്റവും താഴേക്കിടയിലുള്ള സാധാരണ കണ്ണികളിലാണ് എത്തി നിൽക്കുന്നത് എന്നുള്ളതാണ്. ആരാണ് യഥാർത്ഥ ശൃംഖലയിലെ ഏറ്റവും ഉയർന്ന കണ്ണി എന്നുള്ളതിലേക്ക് ഒരിക്കൽ പോലും അന്വേഷണം എത്തുന്നത് നമ്മൾ കാണുന്നതേയില്ല. പലപ്പോഴും എക്സൈസ് പോലീസ് സംഘങ്ങൾ ഇത്തരം ആളുകളെ പിടികൂടുകയും അത് വാർത്താ മാധ്യമങ്ങൾക്കടക്കം റിപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോഴും ആരാണ് ഈ വിതരണ ശൃംഖലയുടെ ഏറ്റവും തലപ്പത്തുള്ളവൻ, അല്ലെങ്കിൽ ആരിലേക്കാണ് ഇതെത്തിക്കുന്നത് എന്നുള്ളത് വളരെ ബോധപൂർവം അവിടെ അങ്ങ് അവസാനിക്കുന്ന ഒരു പ്രവണതയാണ് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഉദാഹരണമായി ആലപ്പുഴയിൽ 2 കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവുമായി ബന്ധപ്പെട്ട് ആ ദമ്പതികളെ ചോദ്യം ചെയ്തപ്പോൾ അവർ കൃത്യമായി 2 നടന്മാരുടെ പേര് പറഞ്ഞു. പക്ഷേ അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് അവരിലേക്ക് പോകുന്നത് പോലുമില്ല. പകരം അവരെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന് പറയുകയാണ്. കോടികളുടെ ഇടപാട് നടക്കുമ്പോഴും ഈ തുക ആര് കൈമാറുന്നു, അല്ലെങ്കിൽ ഈ ശൃംഖലയുടെ ഏറ്റവും ഉയർന്ന കണ്ണി എവിടെ നിന്ന് വരുന്നു എന്നുള്ളതിലേക്ക് അന്വേഷണം പോകാത്തത് എന്തുകൊണ്ടാണ്? നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, കേന്ദ്രത്തിൻ്റെ ബഹുമാനപ്പെട്ട ഭാരതത്തിൻ്റെ ആഭ്യന്തരമന്ത്രി വളരെ കൃത്യമായിട്ട് BJPയുടെ നിലപാടുകൾ അല്ലെങ്കിൽ സർക്കാരിൻ്റെ നിലപാട് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു കാരണവശാലും ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഈ വിഷയത്തിൽ ചെയ്യില്ല എന്ന്. പക്ഷെ നമ്മളിവിടെ ഇതിനകത്ത് ഇനി നമ്മൾ ഈ ലഹരി ബോധവൽക്കരണ ക്ലാസ് നടത്തിയിട്ടൊരു കാര്യമില്ല എന്ന്. അതതിൻ്റെ പീക്കിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി വേണ്ടത് കൃത്യമായ ആക്ഷനാണ്. ആ ആക്ഷന് സമഗ്രമായ ഒരു പ്ലാൻ സർക്കാർ ഉണ്ടാക്കാൻ തയ്യാറാക്കണം. അപ്പം അതിൻ്റെ കൈക്കൂലി മേടിക്കുന്ന ഉദ്യോഗസ്ഥരും കൊണ്ടുപോയിട്ട് ഈ പരിപാടി നടത്താമെന്ന് വിചാരിച്ചാൽ നടക്കില്ലെന്ന്. ഒന്നാമത്തിൽ തോക്കും കൊണ്ട് നടക്കുന്ന ലഹരി മാഫിയകൾക്ക് പിടിക്കാൻ പോകുന്നത് ത്രെഡ് കാണുന്ന ടയറും കൊണ്ട് പോകുന്ന ജീപ്പുമായിട്ട് 2 ചൂരിലും കൊണ്ടുപോയി നടക്കില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവണം? അതിനകത്ത് കൃത്യമായ ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കി അതിനകത്ത് ടീമുണ്ടാക്കി ആ ടീമിനകത്ത് എവിടെ നിന്നിത് വരുന്നു, ഇത് ഏത് മേഖലയിൽ ഇവരിത് വിതരണം ചെയ്യുന്നു, ആ വിതരണം ചെയ്യാൻ ഇവർ ഉപയോഗിക്കുന്ന ശൃംഖലകൾ ഏതൊക്കെയാണ്, അത് ഹെൽത്ത് ശൈലിയിലൂടെ പോകുന്നുണ്ടോ, പോസ്റ്റ് ഓഫീസ് ശൈലിയിലൂടെ പോകുന്നുണ്ടോ, അതോ കൊറിയർ സംവിധാനത്തിലൂടെ പോകുന്നുണ്ടോ, കുട്ടികളുടെ ബാഗിൽ വെച്ച് വിടുന്നുണ്ടോ? നിങ്ങൾ നോക്കൂ, വിദ്യാലയങ്ങൾ, കേരളത്തിലെ വിദ്യാലയങ്ങൾ എന്ന് പറയപ്പെടുന്നത് ആഴ്ചയിൽ ബാഗ് ചെക്കിംഗ് ആവശ്യമായ അവസ്ഥയിലേക്ക് എത്തി എന്ന് പറയപ്പെടുന്ന സമയത്ത് എത്ര കണ്ട് പ്രായോഗികമായിട്ട് ആ പ്രയാസം ഉണ്ടായിട്ടുണ്ട് സമൂഹത്തിനകത്ത് നമുക്ക് കൃത്യമായി ചർച്ച ചെയ്യണം. പൊതുവെ സമൂഹം വലിയ ചർച്ച ചെയ്യുന്ന സമയത്ത് നമുക്ക് തോന്നും, ഓ ഇതെന്താ ചെറിയ കാര്യമല്ല. ഇത് ചെറിയ കാര്യമല്ല, ഇത് കേരളത്തിന് നശിപ്പിക്കും, ഇത് ഭാരതത്തിനെ നശിപ്പിക്കും. അതിനെ കൃത്യമായി എത്ര കുടുംബങ്ങൾ ഉണ്ടെന്നറിയാമോ? അമ്മമാർ, അച്ഛന്മാർ കണ്ണീരിലാണെന്ന്. ഈ വൈകുന്നേരങ്ങളിൽ വാതിലടച്ചിരുന്ന ഈ കുട്ടികൾ അന്തവും കുന്തവുമില്ലാതെ ബോധവും പോയി ഇരിക്കുകയാണ്, കിളി പോകുന്ന അവസ്ഥ. ഇപ്പൊ ഷൈൻ ടോം ചാക്കോന്റെ കാര്യം പറഞ്ഞു. ബഹുമാനനായിട്ടുള്ള അദ്ദേഹത്തിന്റെ പിതാവ് ഇന്നലെ മാധ്യമങ്ങളോട് പറയുന്നതായി ഞാൻ കേട്ടു. 10 വർഷക്കാലം നടത്തിയതല്ലേ കേസ്? ഞാൻ ചോദിക്കട്ടെ, ലോക സമാധാനത്തിന് വേണ്ടിയിട്ട് ചർച്ച ചെയ്യാൻ പോയ സമയത്തെ പ്രയാസത്തിന് വേണ്ടിയല്ലല്ലോ 10 വർഷം കാലം കേസ് നടത്തിയത്, ആണോ? അല്ല.
ഇനിയിപ്പോ ഇന്ന് അദ്ദേഹത്തിന്റെ സഹോദരൻ പറയുന്നത് കേട്ടു, എന്നെ ഇന്ന സ്ഥലത്ത് കൊണ്ട് കെടുത്തിൻ്റെ പാലക്കാട്, ഇതാണ് കിളി പോയ അവസ്ഥ. എന്നിട്ട് അത് ആഘോഷിക്കുന്ന മാധ്യമങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. സോഷ്യൽ മീഡിയകളിൽ പല ആളുകൾ വരുന്നു, എന്തൊക്കെ വൃത്തികേടുകളാണ് അതിനകത്ത് ഇരുന്നിട്ട് ചില ആളുകൾ വിളിച്ചു പറയുന്നത്. ആ വിളിച്ചു പറയുന്നതിനൊക്കെ ന്യായീകരിക്കുക, അതിനെതിരെ കേസെടുത്ത് കൊണ്ടുപോയി സുഖമായി സ്റ്റേഷനിൽ നിന്ന് ജാമ്യം കൊടുത്തു വിടുക. ഈ ഒരു സിസ്റ്റം മാറ്റണമെന്ന്, ഇത് സിസ്റ്റം മാറ്റാൻ കേരളത്തിൽ ഭരിക്കുന്ന ഒരു ഭരണ സംവിധാനത്തിന് സാധിക്കില്ലേ? സിനിമാ മേഖലകൾ നേരത്തെ രോഹിണി ചോദിച്ചു, ഒരു പ്രത്യേക സ്ഥലത്തൊരു മാഫിയയില്ലേ? ആ മാഫിയ ഉണ്ട് എന്ന് പറയാൻ കാരണം എന്താണ്? സിനിമയുടെ സംസ്കാരത്തെ കൃത്യമായി ട്വിസ്റ്റ് ചെയ്തുകൊണ്ട് കാലഘട്ടത്തിന് യോജിക്കാത്ത രീതിയിലേക്ക് അതിനെ കൊണ്ടുപോയി വയലൻസ് ആണ് സിനിമ എന്നും വയലൻസ് ആണ് ഏറ്റവും വലിയ ആരാധകർ ഉണ്ടാക്കേണ്ട ഒരു കാര്യമെന്നും വരുത്തി തീർത്തുകൊണ്ട് ഇതുപോലെയുള്ള പുകയും ഇടിയും ബഹളവും ബോംബേറും തിക്കും തിരക്കും വയലൻസുമായിട്ടുള്ള ഒരു ശൈലിയിലേക്ക് സ്ഥിരമായി അധ്യാപകരുടെ പിറന്നാളാഘോഷം കണ്ടിട്ടില്ലേ? ഇപ്പൊ യൂട്യൂബിലും റീൽസിലും ഒക്കെ എന്താണ്, പിള്ളേർ തമ്മിൽ ഇങ്ങോട്ട് ഇടികൂടുന്ന സമയത്ത് അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ കടന്നു വരുന്ന സമയത്ത് ഇങ്ങനെ പിടിച്ചു മാറ്റുന്ന നേരത്ത് പിള്ളേർ പറയും ഹാപ്പി ബർത്ത്ഡേ ടീച്ചർ എന്ന് പറയും. പഠിക്കണം പിള്ളേരെ. എന്താണ് ഈ വയലൻസിലൂടെ എല്ലാ ആഘോഷങ്ങളും മേമ്പൊടിയാക്കി കാണിക്കുന്ന ഒരു ശൈലിയിലേക്ക്, ഒരു സംസ്കാരത്തിലേക്ക് ചെറിയ തലമുറ. നേരത്തെ രാഹുൽ ഈശ്വർ ഒരു കാര്യം പറഞ്ഞു, വളരെ ഗൗരവമുള്ള കാര്യം. എന്താണ്? സ്പിരിച്വൽ കാര്യങ്ങൾ. ഈ വിശ്വാസം എന്ന് പറയപ്പെടുന്ന ഭയം, ഒരു സംശയമില്ലല്ലോ, അതൊരു ഭയം കൂടിയാണ്, ബഹുമാനവുമാണ് ഭയവുമാണ്. അപ്പൊ ഈ വിശ്വാസങ്ങൾ മുഴുവൻ വേണ്ട, അതൊക്കെ തെറ്റാണ്, അതൊന്നും ശരിയല്ല എന്ന് ഒരു വിഭാഗം വാദിക്കപ്പെടുന്ന സമയത്ത്, അത് ക്ഷേത്രങ്ങളായിക്കോട്ടെ, അത് പള്ളികളായിക്കോട്ടെ, അത് മോസ്കുകളായിക്കോട്ടെ, വളർന്നു വരുന്ന കുട്ടികൾ ആ ഒരു ശൈലി കൂടി പ്രാക്ടീസ് ചെയ്യപ്പെടുന്ന സമയത്ത്, അവർക്ക് തെറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അരുതാത്ത് ചെയ്യുന്ന സമയത്ത് അവർക്കൊരു ഭയമുണ്ടാകും. അവർ ബഹുമാനിക്കും, പ്രകൃതിയെ കൃത്യമായി ബഹുമാനിക്കും. അതിൽ അവർ വിശ്വസിക്കുന്ന മതങ്ങൾ ഏതോ ആയിക്കോട്ടെ, ജാതിയോ മതമോ വർഗമോ എന്തോ ആയിക്കോട്ടെ, പക്ഷെ അവർക്കൊരു ഭയം ഉണ്ടാകേണ്ടതും അവർ അതിനെ ബഹുമാനിക്കപ്പെടേണ്ടതും സ്വാഭാവികമായിട്ട് തെറ്റിൽ നിന്നും ഒരു പരിധി വരെ അവർക്കത് ചിന്തിക്കാൻ പറ്റാത്ത, എന്ന് വെച്ചാൽ അവർക്ക് തിരിച്ചറിവുണ്ടാകുന്ന പ്രായം വരെ അത് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യം ഉണ്ടാകും. ഇതൊക്കെ മാറ്റുകയല്ലേ? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിനെ മാറ്റുന്നത്? ഇതിനെയൊക്കെ മാറ്റുന്നത് ഇതേപോലെയുള്ള ഒരു തീവ്രവാദ ശക്തികൾ ഈ പൊതുസമൂഹത്തെ, വളർന്നു വരുന്ന യുവതലമുറയുടെ തലച്ചോറിനെ പർച്ചേസ് ചെയ്തുകൊണ്ട് സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് ഗുണകരമാകുന്ന തലച്ചോറുകൾ ഉണ്ടാകരുത് എന്ന ചിന്താഗതിയോടുകൂടി വിഘടന സ്വഭാവത്തോടുകൂടി പ്രവർത്തിക്കുന്ന തീവ്രവാദ ശക്തികൾ കൃത്യമായി ഇടപെട്ടുകൊണ്ട് ചെറുപ്പക്കാരുടെ തലച്ചോറിനെ അവർ കൃത്യമായി പർച്ചേസ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. അവർ അന്തവും കുന്തവും ഇല്ലാത്ത കിളി പോകുന്ന അവസ്ഥയിലേക്ക് പൊക്കോട്ടെ എന്ന് പറയപ്പെടുന്ന ആ ശക്തികളിലേക്ക് പോകാൻ നമ്മൾ തയ്യാറാകണം. അതിന് പോകാൻ ആര് തയ്യാറാകണം? സർക്കാർ അതിനകത്ത് കൃത്യമായ ആക്ഷൻ പ്ലാൻ ഉണ്ട്. 9.5 വർഷമായിട്ട് CPM-ന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ, അവിടെ BJP CPM കോൺഗ്രസ് ഒന്നും ഇല്ല കേട്ടോ. BJP-കാരന്റെ വീട്ടിൽ മയക്കുമരുന്ന് കഴിച്ചാലും, കോൺഗ്രസ്സുകാരന്റെ വീട്ടിൽ മയക്കുമരുന്ന് കഴിച്ചാലും, കമ്മ്യൂണിസ്റ്റുകാരന്റെ വീട്ടിൽ മയക്കുമരുന്ന് കഴിച്ചാലും ആ കുടുംബം പ്രതിസന്ധിയിലാവുകയാണ്. അവിടെ സംബന്ധിച്ച് അവിടെ രാഷ്ട്രീയം ഒന്നും നോക്കി ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. അപ്പൊ ഇവിടെ ഭരിക്കുന്നവർ ആരാണ് എങ്കിലും ആ ഭരിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് കൃത്യമായ ആക്ഷൻ പ്ലാനോട് കൂടി കാര്യപ്രാപ്തിയുള്ള ഉദ്യോഗസ്ഥർ, അതിനൊരു കുറവില്ല ഈ കേരളത്തിൽ. കാര്യപ്രാപ്തിയുള്ള ഉദ്യോഗസ്ഥർ കൃത്യമായി ഇറങ്ങി പ്രവർത്തിച്ചില്ല എങ്കിൽ 4ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് മുതലുള്ള കുട്ടികളടക്കമുള്ള ആളുകൾ കാരിയർ ആകുന്ന ഒരു കാലഘട്ടം നമ്മുടെ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. ഞാനൊരു പെൺകുട്ടിയുടെ അച്ഛനാണ്. എനിക്ക് നല്ല പേടിയുണ്ട് രോഹിണിയെ. കാരണം ഈ പൊതുസമൂഹത്തിനകത്ത് എപ്പോ ഏത് സംഭവിക്കുമെന്ന് അറിയാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. നമ്മളൊക്കെ ഭയപ്പാടോടുകൂടെ, രോഹിണിയായാലും ഞാനായാലും രാഹുൽജി ആണെങ്കിലും എല്ലാവരും വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ പ്രതിസന്ധി പരിഹരിക്കണമെങ്കിൽ 1 നിയമം വഴി, 2 ആക്ഷൻ വഴി. ആക്ഷനും നിയമവും, നമുക്ക് ആക്ഷൻ എടുക്കാം. ഒരുത്തൻ ഈ വേഷം കെട്ട് കണ്ട് അവനെ പിടിച്ച് 4 കൊടുക്കാം, പിന്നെ നമ്മൾ കേസിൽ പ്രതിയാവണം, നമ്മൾ പോകണം. അത് നമുക്ക് സാധിക്കാത്ത ഉദ്യോഗസ്ഥ വൃത്തം കൃത്യമായി ചെയ്യണം. ആ ഉദ്യോഗസ്ഥരെ ചൂസ് ആൻഡ് പിക്ക് ചെയ്തുകൊണ്ട് ഇതിൽ കൃത്യമായി നടപടിയെടുക്കാൻ പ്രാപ്തിയുള്ള മിടുക്കന്മാരെ കണ്ടെത്തി അതിനൊരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കി കൈകാര്യം ചെയ്യേണ്ട ഉത്തരവാദിത്തം സർക്കാരിനുണ്ടെന്നിരിക്കെ സർക്കാർ അതിൽ കണ്ണടയ്ക്കുന്നത് എന്തിനാണ് എന്നുള്ള ചോദ്യം വളരെ വിശാലമാണ്. സിനിമാ മേഖലയിൽ മാത്രമല്ല, വ്യത്യസ്തമായിട്ടുള്ള വിവിധ മേഖലകളിൽ നടക്കുന്ന ഈ അക്രമത്തെ, ഈ ലഹരിയുടെ വ്യാപനത്തെ തടയാൻ ഒരു മൈക്കിൽ പാട്ട് പാടിയോണ്ടോ കൈ കൊട്ടിയോണ്ടോ കാലത്തൊട്ട് വൈകുന്നേരം മുതൽ പ്രതിജ്ഞ എടുത്തോണ്ടൊന്നും കാര്യമില്ല. സിനിമ തുടങ്ങുമ്പോൾ നേരത്തെ പറഞ്ഞില്ലേ,
സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഇവിടെ ഉണ്ടയായിട്ടുള്ള 2 പടം കാണിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഒരു കള്ളു കുടിക്കുന്ന സമയത്ത് മൈക്രോസ്കോപ്പ് വെച്ച് നോക്കണ പോലെ അടിയിൽ 4 വരി എഴുതിയിട്ട് മദ്യം ഹാനികരമാണ് എന്ന് എഴുതിയത് കൊണ്ടൊന്നും കുട്ടികൾ ഈ പണിയിൽ നിന്ന് പുറകോട്ട് പോകില്ല, വലിയവരും ഈ പണിയിൽ നിന്ന് പുറകോട്ട് പോകില്ല. ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിയമപരമായി ഞാൻ വെളിച്ചം കാണില്ല എന്ന ബോധം അവനിലേക്ക് ഉണ്ടാവുന്നിടത്ത് മാത്രമാണ് അത് കൃത്യമായിട്ട് പറയുന്നത് പിന്മാറുള്ളൂ. ആ ബോധം ഉണ്ടാക്കാൻ തയ്യാറാകേണ്ട വിഭാഗം അത് തയ്യാറാവാത്തത് അവർക്ക് സാമ്പത്തിക ഗുണമാണോ, ഇനി അവരുടെ ആളുകളൊക്കെ കൊഴിഞ്ഞു പോകുമെന്നുള്ള ഭയമാണോ? ഗോവിന്ദമാഷ് എന്തായാലും പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ട് കള്ളുടിയന്മാരെ മുഴുവൻ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ പോവാന്ന്. ഇനി ആ പാർട്ടി അടച്ചുപൂട്ടേണ്ടി വരുമെന്ന് എനിക്കറിയില്ല. ഞാൻ ആ വിമർശനം ഉന്നയിക്കാൻ ഇപ്പൊ എന്തായാലും തയ്യാറാകുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ഇതിൽ കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, BJP ഇത്യാദി ബാക്കി എല്ലാ പാർട്ടികളും ഒരുമിച്ച് നിന്ന് കൈകോർത്തുകൊണ്ട് ഈ പ്രവർത്തനത്തിന് കൃത്യമായി നേരിട്ടില്ലെങ്കിൽ, നമ്മൾ ഇതില് രംഗത്ത് ഇറങ്ങിയില്ല എങ്കിൽ അതെ, തീർച്ചയായും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ തന്നെ ഇത് ഉന്മൂലനം ചെയ്യാനുള്ള ഇച്ഛാശക്തി എല്ലാവരും വച്ച് പുലർത്തേണ്ടത് തന്നെയാണ്. ശ്രീ രാഹുൽ ഈശ്വർ, പണ്ടൊക്കെ നമ്മളൊരു പൊതു ഇടത്തെത്തുമ്പോൾ പെരുമാറേണ്ടുന്ന ഒരു സാമാന്യ മര്യാദയുണ്ട് അല്ലേ? പക്ഷേ ഈ അടുത്ത കാലത്തായി നമ്മൾ ഈ സിനിമ പ്രൊമോഷൻ കാണാറുണ്ടല്ലോ. അതിൽ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ പറഞ്ഞ ആരോപണ വിധേയനായ ഈ നടൻ്റെ പെരുമാറ്റ രീതികൾ, അത് 1, 2, 3 ഇടങ്ങളിലല്ല, ഇദ്ദേഹം എവിടെയൊക്കെ എത്തുന്നു അവിടെയൊക്കെ ശരീരഭാഷ എങ്ങനെയാണ് എന്നുള്ളതും സഹപ്രവർത്തകരോട് പെരുമാറുന്നതും അല്ലെങ്കിൽ അത് കോർഡിനേറ്റ് ചെയ്യുന്ന ആങ്കറോടടക്കം പെരുമാറുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ പിന്നീട് അല്ലെങ്കിൽ അടുത്ത ഒരു സിനിമാ പ്രൊമോഷന് ഒന്നും ഇദ്ദേഹത്തിന് വിലക്കേ വരുന്നില്ല. പകരം ഇദ്ദേഹം കാണിക്കുന്ന കോമാളിത്തരങ്ങളെല്ലാം ഇങ്ങനെ അംഗീകരിച്ചുകൊണ്ട് പോവുകയാണ്. വളരെ ലാഘവത്തോടുകൂടി അയാൾ കഞ്ചാവാണ് അല്ലെങ്കിൽ അയാൾ വെള്ളമാണ് എന്നൊക്കെ പറഞ്ഞ് ഇതിനെ ഇങ്ങനെ സാമാന്യവൽക്കരിക്കുന്ന ലാഘവ ബുദ്ധിയോടുകൂടി കാണുന്ന ഒരു പ്രവണത, അതും ഒരുതരം അപകടകരമായ സൃഷ്ടിക്കൽ തന്നെയല്ലേ? സംശയമില്ല. നമ്മൾ ട്രിവിയലൈസ് ചെയ്യരുത്, അല്ലെങ്കിൽ ഇതിനെ ലഘുവൽക്കരിക്കരുത്. നേരത്തെ ശ്രീ ഉല്ലാസി പറഞ്ഞതുപോലെ എനിക്ക് 2 ആൺകുട്ടികളാണ്. ഇവർ വളർന്നു വരുമ്പോൾ ഏതെങ്കിലും രീതിയിൽ ഇവരുടെ സ്കൂൾ പരിസരത്തോ മറ്റോ ഇത് ഉണ്ടാവുന്ന പേടി ഏതൊരു അച്ഛനും ഏതൊരു അമ്മയ്ക്കും, ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഉള്ള അച്ഛനമ്മമാർക്കോ ഇത് ഭയങ്കരമായിട്ട് ഉണ്ടാകും. ഇവിടെയാണ് ഇതിനൊരു ശക്തമായ ആക്ഷൻ പ്ലാൻ വേണം. നേരത്തെ ഹരിദാസ് സാർ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ പറയുകയുണ്ടായി. ഉല്ലാസി പറഞ്ഞ ഒരു സ്വരം എല്ലാ നേതാക്കൾക്കും വേണം. ഇത് നമ്മളെ കാർന്നു നിന്ന പ്രശ്നമാണല്ലോ. നമ്മുടെ മക്കളും ഡ്രഗ്സ് എടുത്താൽ നമ്മൾ കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും CPM ആണെങ്കിലും ലീഗ് ആണെങ്കിലും ഇനി ഏത് പാർട്ടി ആണെങ്കിലും അവർ നശിക്കുമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ഇവിടെയാണ് കുറെ കൂടെ, അത് ഗവൺമെന്റിനെ കുറ്റം പറയുന്ന കുറെ കൂടെ സ്ട്രോങ് ആയിട്ടൊരു ആക്ഷൻ പ്ലാൻ, വിസിബിൾ ആയ ഒരു ആക്ഷൻ പ്ലാൻ വേണം. ഞാൻ അടുത്ത് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ പിള്ളേർക്ക് ഒരു ചെറിയ എലിമെന്റ് ഓഫ് പേടി വേണം. അത് പറയുന്നത് ഇപ്പൊ ഫാഷനബിൾ അല്ല, ആൾക്കാർ തന്തവൈബാണെന്നൊക്കെ പറഞ്ഞ് കളിയാക്കും. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, അച്ഛനാവുന്നവർക്ക് തന്തവൈബ് ഇല്ലാതെ പറ്റൂലല്ലോ. അതുകൊണ്ട് കുറച്ചൊരു എലിമെന്റ് ഓഫ് പേടി, ഞങ്ങൾ ഇത് ചെയ്താൽ പിടിക്കപ്പെടും, ഞങ്ങൾ ഇത് ചെയ്താൽ നാണക്കേടുണ്ടാകും, ഞങ്ങൾ ഇത് ചെയ്താൽ പ്രശ്നം ഉണ്ടാകും, നമുക്ക് ഭാവിയിൽ ബുദ്ധിമുട്ടുണ്ടാകും. ഇവരെ റിഡംഷന് നമ്മൾ തന്നെ ചെയ്യണം, സംശയമൊന്നുമില്ല. ഇവിടെയാണ് നമുക്ക് തല്ലും തലോടും ഒരുമിച്ച് കൊടുത്തേ ഇവരെ നന്നാക്കാൻ പറ്റൂ. തല്ല് മാത്രമായി പോയാൽ ചിലപ്പോൾ അവൻ കയ്യിൽ നിന്ന് വിട്ടുപോകും, തലോടൽ മാത്രമായി പോയാൽ ചിലപ്പോൾ നന്നായില്ല എന്ന് വരും. ഈ തല്ലും തലോടും എന്ന് പറയുന്ന സമീപനം ഒരുമിച്ച് കൊണ്ടുപോയി തന്നെ ചെയ്യണം. ഇനി 2 ഷൈൻ ടോം ചാക്കോയെ കുറിച്ച് വളരെ ബഹുമാനത്തോടെ ഞാൻ പറഞ്ഞുകൊണ്ട് എനിക്ക് വിഷമം തോന്നിയതേ, നേരത്തെ അത് ശ്രീ ഉല്ലാസി പറയുകയുണ്ടായി. അതായത് അവരുടെ ഫാമിലിയുടെ ഒരു ഫാമിലിയും നമ്മൾ ഫാമിലിയെ വിമർശിക്കാനല്ല, പക്ഷേ വളരെ ലാഘവ ബുദ്ധിയോട് ഇത് കൈകാര്യം ചെയ്യുന്നു. ഞങ്ങളിത് കണ്ടതാണ്, അവനെ വേട്ടയാടാൻ ശ്രമിച്ചു. എനിക്കിത് മനസ്സിലാകുന്നില്ല. നമ്മുടെ കുട്ടി, ഞാൻ അവിടെയാണ് ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ഉദാഹരണമൊക്കെ പറഞ്ഞത്. നമ്മുടെ മക്കൾക്ക് തെറ്റുപറ്റിയാൽ പോലീസോ ആരെങ്കിലും അത് ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ അവരോട് എതിർപ്പല്ല, അവനെ അത് നന്നാക്കാനുള്ളൊരു ഇടമായി കൂടെ കാണുകയല്ലേ വേണ്ടത്. ഈ സീരിയസ് ആയ ഇഷ്യൂ നമ്മുടെ കൊച്ചു കേരളത്തിൽ മാത്രം എന്താണ്, നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലില്ല, കർണാടകയിലുണ്ട്. പക്ഷെ ഇത്രയും അനുപാതത്തിൽ അവിടെ കേസുകളോ കാര്യങ്ങളോ ഇല്ല. ആന്ധ്രയിലില്ല, തെലങ്കാനയിലില്ല. എന്തിന് ഗോവ എന്ന് പറഞ്ഞാൽ വേറൊരർത്ഥത്തിലല്ല, ഗോവ പാർട്ടി സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. അവിടെ പോലും NDPSന്റെ കേസുകളുടെ ഡെൻസിറ്റി നമ്മുടെ കേരളത്തിലുള്ള അത്രയും ഇല്ല. അപ്പൊ കേരളത്തിന് എന്തോ പ്രശ്നമുണ്ട് എന്ന് നമ്മൾ അംഗീകരിക്കാതെ ഇത് മുമ്പോട്ട് പോകരുത്. രാഷ്ട്രീയപരമായും സാമൂഹികപരമായും സാംസ്കാരികപരമായും ചില കാര്യങ്ങളിൽ നമ്മൾ മെച്ചമാണെങ്കിലും ഈ ഡ്രഗിന്റെ വിഷയത്തിൽ ഒരു സീരിയസ് വിഷയമുണ്ടെന്നും ഓൾ പാർട്ടി മീറ്റിംഗ് പോലുള്ള കാര്യങ്ങളാകാം, വ്യത്യസ്ത കമ്മ്യൂണിറ്റികളെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ബാക്കി ഇനി വിശ്വാസികളല്ലാത്തവരെ ഒരുമിച്ച് കൊണ്ടുവരുന്നതാകാം. നിരീശ്വരവാദികൾക്കും ഈ വിഷയത്തിൽ രണ്ടാമതൊരു അഭിപ്രായമില്ലല്ലോ. നിരീശ്വരവാദികളുടെ കുട്ടി ഡ്രഗ് ഉപയോഗിച്ചാലും ചീത്തയാവും. അപ്പോൾ ഇതൊരു കോമൺ എക്സിസ്റ്റൻഷ്യൽ പ്രോബ്ലമാണ്. നമ്മളെന്ന ജനത നിലനിൽക്കുന്നതിന്റെ പ്രശ്നമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതിന്റെ ആക്ഷൻ എടുത്ത് മുമ്പോട്ട് വരികയും സാമുദായിക നേതാക്കളെ, സാംസ്കാരിക പ്രവർത്തകരെ, ബുദ്ധിജീവികളെ, കലാകാരന്മാരെ അടക്കം മുമ്പോട്ട് കൊണ്ടുവന്നൊരു ക്യാമ്പയിൻ ചെയ്യുക. ഇപ്പൊ നേരത്തെ ഹരിദാസ് സാറാണെന്ന് തോന്നുന്നു പറഞ്ഞത്, ഇത് ഗവൺമെന്റിനല്ലേ പല കാര്യങ്ങളും ഇഫക്റ്റീവായി ചെയ്യാൻ കഴിയുക.
ചെയ്യുക. നമ്മുടെ പ്രധാനപ്പെട്ട നടന്മാരോട് ഒരു ക്യാമ്പയിന്റെ ഭാഗമായി പറഞ്ഞാൽ അവർ സന്തോഷത്തോടെ ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ലാലേട്ടൻ, മമ്മൂട്ടി അടക്കം, ശ്രീ സുരേഷ് ഗോപി അടക്കം ഉള്ള ഒരുപാട് വലിയ താരങ്ങൾ നമുക്കുണ്ട്. ഇവരുടെ ക്യാമ്പയിന്റെ സ്വരം രാഷ്ട്രീയത്തിനപ്പുറമായി നമുക്ക് ഉപയോഗിക്കാം. ഇത്തരം കാര്യങ്ങളല്ലേ നമുക്ക് ചെയ്യേണ്ടത്. അതായത് ഇത് എന്താ പറയുക, ഈ മദ്യവും മയക്കുമരുന്നും ഒക്കെ ഒരു ഫാഷനബിൾ ആണ് എന്ന ചിന്ത ഈ ഇടയ്ക്ക് വിജയ് തമിഴ്നാട്ടിൽ ഇഫക്റ്റീവായി ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് പാർട്ടികളിലൊക്കെ വിജയ്ക്ക് മദ്യം ഓഫർ ചെയ്യുമ്പോൾ അത് വേണ്ട എന്ന് പറയുന്നവനാണ് മിടുക്കൻ എന്ന് പറയുന്ന തിരിച്ചറിവ്. ഇനി സംസ്ഥാന യുവജന കമ്മീഷന്റെ ഭാഗമായിട്ട് 2 വർഷത്തോളം എനിക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കേരള സംസ്ഥാന യുവജന കമ്മീഷന്റെ ഞങ്ങൾക്ക് യൂത്ത് ഡിഫൻസ് ഫോഴ്സ് എന്നൊരു ഫോഴ്സ് ഉണ്ടായിരുന്നു. ഞാനായിരുന്നു ഇതിനെ ഹെഡ് ചെയ്തിരുന്നത്. എല്ലാ പാർട്ടിയിൽ നിന്നും ആൾക്കാരുണ്ടായിരുന്നു. നമ്മൾ ഏകദേശം 420 കോളേജുകളിൽ ഈ പരിപാടി നടത്തി. എന്നിട്ട് ഞങ്ങളുടെ മയക്കുമരുന്ന് ക്യാമ്പയിന്റെ പേര് അയ്യോ ഡ്രഗ്സ് അല്ല, അയ്യേ ഡ്രഗ്സ് എന്നാണ്. പലപ്പോഴും ഈ അയ്യോ ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ ഉള്ള പ്രശ്നം, ആ പ്രായത്തിലെ കുട്ടികൾക്ക് അതെന്തോ അഡ്വഞ്ചറായി തോന്നും, സാഹസികമായി തോന്നും. 17-18 വയസ്സുള്ള കുട്ടിക്ക് ഈ ഡ്രഗ്സിന്റെ ലോകത്തിലേക്കോ ഡ്രഗ്സ് ഒന്ന് എടുത്തു എന്ന് പറയാൻ അവൻ എന്തോ ഞാൻ എന്തോ വലുതായി, ഞാൻ എന്തോ വലിയ കാര്യം ചെയ്തു എന്ന തെറ്റിദ്ധാരണ അവനിൽ ഉണ്ടാകും. അതുകൊണ്ട് അയ്യോ ഡ്രഗ്സ് മാറ്റി അയ്യേ ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ സ്റ്റിഗ്മ ഉണ്ടാക്കുകയാണ്, നാണക്കേടാണ്, നീ മണ്ടനാണ്, നിനക്ക് ബുദ്ധിയില്ലാത്തവനാണ് എന്ന തിരിച്ചറിവ് അവന് കൊടുക്കുന്ന ക്യാമ്പയിൻസ്. ഞങ്ങൾ അങ്ങനെ അയ്യോ ഡ്രഗ്സ് അല്ല അയ്യേ ഡ്രഗ്സ് എന്നൊരു ക്യാമ്പയിൻ തന്നെ ചെയ്തു. അങ്ങനെ കണ്ടിന്യൂസ് ക്യാമ്പയിനിലൂടെ ചെയ്യുമ്പോൾ കുറവുണ്ടാവും, പൂർണ്ണമായിട്ടൊന്നും ഇല്ലാതാവും എന്ന് പറയുന്നില്ല, കുറവുണ്ടാകും. നമുക്കിതിന്റെ തോത് അടിയന്തരമായി, അതായത് യുദ്ധകാല അടിസ്ഥാനത്തിൽ ഇതിന്റെ തോത് കുറയ്ക്കേണ്ട, ഒരു വാർ ഫുട്ടിങ്ങിൽ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിന് ലഭ്യമായ എല്ലാ റിസോഴ്സും എടുക്കുക. സ്പിരിച്വൽ ലീഡേഴ്സ് എടുക്കുക, കമ്മ്യൂണിറ്റി ലീഡേഴ്സ് എടുക്കുക, പൊളിറ്റിക്കൽ ലീഡേഴ്സ് എടുക്കുക, എല്ലാവരുടെയും ഫോഴ്സുകളെ മൊബിലൈസ് ചെയ്യുക. കാര്യം ഇത് കാർന്ന് തിന്നുന്നൊരു വിഷയമാണ്. അതോടൊപ്പം കൂടുതൽ കോച്ചിങ്, ലൈഫ് സ്കിൽ ഇന്റഗ്രേഷൻ തുടങ്ങിയ കാര്യങ്ങൾ, സ്പിരിച്വാലിറ്റി കൂടി ഇന്റഗ്രേറ്റ് ചെയ്യാമെങ്കിൽ അത്രയും നല്ലത്. ഇനി സ്പിരിച്വാലിറ്റി എന്ന് വിളിക്കുന്നതിന് ഇടത് സർക്കാരിന് പ്രശ്നമുണ്ടെങ്കിൽ അതിനെ എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ് എന്ന് വിളിച്ചാൽ മതി. ഇനി വേറെ ഏതെങ്കിലും പേര് വിളിച്ചാലും കുഴപ്പമില്ല. എല്ലാവരുടെയും ഫോഴ്സ് എടുത്ത് നമ്മുടെ സംസ്ഥാനത്തിനെയും വീടിനെയും ക്ലീനപ്പ് ചെയ്യാനുള്ള ഒരു സ്വച്ഛ കേരള അഭിയാൻ നമുക്ക് വേണം. ആ സ്വച്ഛ കേരള അഭിയാനിൽ ഈ ഡ്രഗ്സ് ഇല്ലാതായി പോകട്ടെ എന്നാണ് പ്രതീക്ഷ. ശ്രീ എം കെ ഹരിദാസ്, നേരത്തെ ശ്രീ രാഹുൽ ഈശ്വർ സൂചിപ്പിക്കുകയുണ്ടായി, കേരളത്തിന് എന്തോ പ്രശ്നമുണ്ടോ എന്ന് ചിന്തിക്കത്തക്ക രീതിയിലാണുള്ള ലഹരി വ്യാപനമെന്ന്. ശരിക്കും കേരളത്തിന്റെ സാമൂഹിക പശ്ചാത്തലം ഇത്രയധികം മലീമസമാകാനുള്ള കാരണം എന്തായിരിക്കാം? കേരളത്തിന് എന്തോ പ്രശ്നമുണ്ടോ എന്നുള്ളത് തന്നെ ചോദിക്കേണ്ടിയിരിക്കുന്നു. എന്തായിരിക്കാം ആ പ്രശ്നം? ഞാനതിൽ കാണുന്ന ഒരു വലിയ പ്രശ്നം നമ്മുടെ അന്യസംസ്ഥാന തൊഴിലാളികളുടെ കേരളത്തിലേക്കുള്ള ആധിക്യമാണ്. നമ്മുടെ ഈ പെരുമ്പാവൂരിനെ നമുക്ക് ഭാവിയിൽ വലിയൊരു അപകട മേഖലയായിട്ട് നമുക്ക് പ്രഖ്യാപിക്കേണ്ട അവസ്ഥയിലേക്കാണ് പെരുമ്പാവൂരും ആലുവ പരിസരങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. ഇപ്പൊ ഈയിടെ കണ്ണൂരുണ്ടായിട്ടുള്ള സംഭവം രോഹിണിക്ക് ഓർമ്മ ഉണ്ടായിരിക്കും. ഉറങ്ങിക്കിടക്കുന്ന മകനെ അമ്മ പോലീസിനെ വിളിച്ച് പിടിപ്പിച്ചു. കാരണം അവൻ ലഹരി ഉപയോഗിച്ചിട്ടാണ് കിടക്കുന്നത്. എനിക്ക് അവൻ ലഹരി ഉപയോഗിക്കുമ്പോഴൊക്കെ എന്നെ ക്രൂരമായിട്ട് പീഡിപ്പിക്കുന്നു, ഇനിയും എനിക്ക് പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ എന്റെ ജീവൻ നഷ്ടപ്പെടും, അതുകൊണ്ട് അവനെ പിടിച്ചുകൊണ്ടുപോകാൻ പറഞ്ഞിട്ട് പിടിച്ചുകൊണ്ടുപോകുന്ന സീൻ നമ്മൾ കണ്ടു. ഒരമ്മയ്ക്ക് അങ്ങനെ ചെയ്യേണ്ടി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിന്റെ സ്ഥിതി ഇവിടെ രാഹുൽ ഈശ്വർ പറഞ്ഞതിനേക്കാൾ ഭയാനകമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ആ സ്ത്രീക്ക് ശാരീരിക പീഡനങ്ങൾ അനുഭവിച്ചിട്ട് മടുത്തു. മാത്രവുമല്ല മകനെ ഡി അഡിക്ഷൻ സെന്ററിലൊക്കെ കൊണ്ടാക്കിയിട്ടും അവർക്ക് യാതൊരുവിധ മോചനവുമില്ല. അതുകൊണ്ട് പോലീസ് പിടിച്ചു കൊണ്ടുപോകൂ എന്ന് ഉറങ്ങിക്കിടക്കുമ്പോൾ പറഞ്ഞിട്ട് പിടിച്ചു കൊണ്ടുപോയി. ഇനി മറ്റൊരു കേസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്താ, അമ്മയെ കഴുത്തറുത്തു കൊന്ന മകൻ, ലഹരിക്കടിമയായ മകൻ അമ്മയെ കഴുത്തറുത്തു കൊന്നു. എന്നിട്ട് അവൻ പറഞ്ഞ ഡയലോഗ് എന്താ, എന്നെ പോലൊരു മകന് ജന്മം നൽകിയ അമ്മയ്ക്ക് കൊടുക്കാവുന്ന ഏറ്റവും ലളിതമായ ശിക്ഷയാണ് ഞാൻ നൽകിയിരിക്കുന്നത്, അത് കൊടുത്തേ മതിയാകൂ, അവർ അതിന് അർഹയാണ് എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് സാംസ്കാരിക കേരളം വളർന്നുവെങ്കിൽ, ജയിലിലേക്ക് മകനെ കാണാൻ വേണ്ടിയിട്ട് പോയ അമ്മ കയ്യിൽ കരുതിയിരുന്നത് കഞ്ചാവാണെന്ന റിപ്പോർട്ട് പുറത്തു വന്നു. കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മകനെ കാണാൻ പോയ അമ്മ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് കഞ്ചാവാണത്രേ. കാരണം മകനെ ഏറ്റവും, അപ്പൊ അവരോട് ചോദിച്ചപ്പോൾ അവർ വളരെ ഇന്നസെന്റ് ആയിട്ട് പറഞ്ഞത്, അവനെ ഏറ്റവും സന്തോഷകരമായിട്ട് അവനെ ആനന്ദകരമായിട്ട് കാണണമെങ്കിൽ അവൻ കഞ്ചാവ് വലിക്കണം. അപ്പൊ ഇത്തരം ഒരു സാഹചര്യത്തിലേക്ക് കേരളം എത്തിച്ചേർന്നു. മകനെ നൊന്തുപെറ്റ് പ്രസവിച്ച മകനെ അമ്മ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുന്നു. അവൻ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന കാരണം കൊണ്ട് അമ്മയുടെ കഴുത്തറുത്തെടുക്കാൻ തയ്യാറാവുന്നു. പറവൂര് ചേന്നമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്ത് 3 പേരെ കൊന്നിട്ട് 4ാമത്തെ ആളെ കൊല്ലാൻ പറ്റാത്തതിലെ ഒരു ഡ്രഗ്സ് ഉപയോഗിക്കുന്ന പ്രതി അങ്ങേയറ്റം ദുഃഖിതനായിട്ട് വിളിച്ചു പറയുന്നു, എനിക്ക് അദ്ദേഹത്തിനെയായിരുന്നു ലക്ഷ്യം, അദ്ദേഹത്തിനെ കൊല്ലാൻ കഴിയാത്തതിൽ ഞാൻ ദുഃഖിതനാണ്. ചെന്താമരയായാലും കഞ്ചാവ് ഉപയോഗിക്കുന്ന വ്യക്തിയാണ് നമ്മുടെ പോത്തുണ്ടിയിലത്തെ ചെന്താമരയായാലും. അപ്പൊ ഇത്തരം സാഹചര്യം കേരളത്തിൽ എങ്ങനെ വന്നു എന്നുള്ള എന്നോടുള്ള
രോഹിണിയുടെ ചോദ്യത്തില് ഇവിടുത്തെ അന്യഭാഷാ സംസ്ഥാന തൊഴിലാളികൾ ഇവിടേക്ക് വരുന്നത്, എനിക്ക് കുറച്ച് ഈ ലേബർ കോൺട്രാക്ട് ഒക്കെ ആയിട്ട് പരിചയമുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ അവിടെ ഈ തൊഴിലിൽ വന്നവർ പറയുന്നത് ഇതാണെന്ന്, ഞങ്ങളുടെ നാട്ടിൽ കിട്ടുന്നതിനെക്കാട്ടിലും സുലഭമായിട്ട് ഇവിടെ കഞ്ചാവ്, ഈ സിന്തറ്റിക് ഡ്രഗ്സിനെ കുറിച്ചിട്ട് അവർ പറയുന്നില്ല, കഞ്ചാവ് ഏറ്റവും സുലഭമായി കിട്ടുന്ന സ്ഥലം കേരളമാണെന്ന് ഞങ്ങളുടെ നാട്ടിലെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ഈ ചെറുപ്പക്കാർ മുഴുവൻ തന്നെ കേരളത്തിലെ ലക്ഷ്യം വെച്ചിട്ട് തമിഴ്നാട്ടിലേക്ക് പോകാതെ ഇവിടേക്ക് വരുന്നത്. ഇവിടെ കഞ്ചാവ് സമൃദ്ധിയായി കിട്ടുന്നു എന്ന് പറയുന്നു. അപ്പൊ ഇത്തരം ഒരു സാഹചര്യമൊക്കെ കേരളത്തിൽ ഉണ്ടായിച്ചു കഴിഞ്ഞാൽ ഇത് ഉറങ്ങുന്നവരെ വിളിച്ചുണർത്താം, ഉറക്കം നടിക്കുന്നവരെ നമുക്ക് വിളിച്ചുണർത്താൻ സാധിക്കുകയില്ല. ഇവിടെ പാലക്കാട് ലഹരി വിരുദ്ധ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വെള്ളപ്രാവുകളിൽ വെള്ള ബലൂണും ആകാശത്തേക്ക് പറത്തിക്കൊണ്ട് MP രാജേഷ് പാലക്കാട് നിന്ന് തൃശ്ശൂർ കവർ ചെയ്യുന്നതിനെക്കാട്ടിലും മുമ്പ് നെന്മാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് 6 വീപ്പ ഈ വാഷ് കലക്കി വെച്ചതുമായിട്ട് പിടികൂടിയത് ഈ പാലക്കാട് MP രാജേഷിന്റെ പരിപാടിക്ക് നേതൃത്വം കൊടുത്ത DYFI നേതാവിനെയാണെന്നുള്ളത് എന്നെ അങ്ങേയറ്റം ചിന്തിപ്പിച്ചു. എന്താണ് ഈ കേരളത്തിൽ കേൾക്കുന്നത്? 6 വലിയ വീപ്പ വാഷ് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം എക്സൈസ് പിടികൂടിയപ്പോ അത് കലക്കി വെച്ചിരിക്കുന്നത് ഈ കാലത്ത് പാലക്കാട് പരിപാടി നടത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ നേതൃത്വവും കൊടുത്തൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം. DYFI പ്രവർത്തകനായിരുന്നു. അപ്പൊ രാഷ്ട്രീയ പ്രവർത്തകരെ ഇപ്പോ ഇവിടെ നമ്മുടെ MP ഗോവിന്ദൻ പറഞ്ഞു കുടിക്കുന്നവർക്ക് പാർട്ടിയിൽ സ്ഥാനമില്ല, ബിനോയ് വിശ്വം പറഞ്ഞു കുടിക്കാം പക്ഷെ റോട്ടിൽ വീണ് കിടക്കരുത് എന്ന് പറഞ്ഞു. അപ്പൊ ഈ സർക്കാരിന്റെ ഇപ്പൊ കഴിഞ്ഞ 9.5 വർഷക്കാലത്ത് അല്ലെങ്കിൽ 9 വർഷക്കാലത്തെ പ്രവർത്തനം നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഒരു പ്രഹസനം, നിങ്ങൾ ഇതിനെതിരെ പടപൊരുതുന്നു എന്നുള്ള ഒരു പ്രഹസനം നടത്തുന്ന വിധത്തിലുള്ള കാര്യങ്ങളാണ് അവർ ചെയ്തിരിക്കുന്നത്. പെരുമ്പാവൂർ എന്ന സ്ഥലം കൊണ്ട് മാത്രമാണ് കേരളത്തിലെ ഡ്രഗ്സ് ഇത്ര വ്യാപിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ ഉപയോക്താക്കൾ കൂടുന്നത്, ഇത് ഉപയോഗിക്കാതെ ഞങ്ങൾക്ക് നേരം വെളുപ്പിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് ഉള്ളത് എന്നുള്ള നിലയ്ക്ക് ഇതിന്റെ കൂടുതൽ വാങ്ങലും സംഭരിക്കലും നടക്കുന്ന ഒരു ഏരിയയായിട്ട് പെരുമ്പാവൂരും ആലുവയും മാറിയിട്ടുണ്ട് എന്നുള്ളത് പോലീസുകാരിൽ നിന്ന് തന്നെ ലീക്കാവുന്ന സംഗതിയാണ്. അപ്പൊ സർക്കാർ ഏറ്റവും കൂടുതൽ വേണ്ടത് അതിഥി തൊഴിലാളി എന്ന് പേരിട്ടോട്ടെ അല്ലെങ്കിൽ അന്യസംസ്ഥാന തൊഴിലാളി എന്ന് പേരിട്ടോട്ടെ, അവരെ ശക്തമായിട്ട് നിരീക്ഷിക്കാൻ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ ഈ കഞ്ചാവിന്റെ വരവിനെയും അതിന്റെ ഉപയോഗത്തെയും ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് സർക്കാർ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ നമ്മൾ പറയില്ലേ സാഹിത്യ നായകന്മാരെ, സിനിമാ നടന്മാരെ, അതുമാതിരി തന്നെ റിട്ടയർ ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥരെ, എന്തിനേറെ പ്രതിപക്ഷത്തെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇവിടെ ഡാൻസ് ഓഫ് പോലുള്ളൊരു ഒരു സേനയല്ല വേണ്ടത്. ഇത്തരക്കാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ബോധവൽക്കരണം താഴെ തട്ടിൽ നിന്ന് തുടങ്ങിയിട്ട് എല്ലാവരിലേക്കും എത്തിക്കാൻ കഴിയേണ്ട ഒരവസ്ഥ വന്നിട്ടില്ലെങ്കിൽ കേരളം ഡ്രഗ്സ് മാഫിയയുടെ ഒരു ഈറ്റില്ലമായി മാറുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല രോഹിണി. അതെ, ശ്രീ ഉല്ലാസ് ബാബു, അവസാനമായി നമ്മൾ എല്ലാ മേഖലകളിലും ലഹരിയുടെ ഉപയോഗവും വ്യാപനവും ഒക്കെ കണ്ടു. പക്ഷേ നമ്മൾ ഇന്നത്തെ ചർച്ചാ വിഷയമായി എടുത്തത് സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗമാണ്. കാരണം അതിൻ്റെ അളവും തോതും രാസലഹരിയുടെ ഉപയോഗവും ഒക്കെ വലിയ രീതിയിൽ ഭയപ്പെടുത്തുന്ന തരത്തിലാണ്. അതുമാത്രമല്ല, വമ്പൻ സ്രാവുകളെ പിടികൂടാൻ എവിടെയൊക്കെയോ ഒരു മെല്ലെപ്പൂക്ക് നയം അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് നമ്മൾ ചർച്ചാ വിഷയമാക്കിയത്. ഞാൻ വീണ്ടും അതുതന്നെയാണ് ചോദിക്കുന്നത്. നമ്മുടെ സിനിമാ മേഖലയെ പിടിമുറുക്കിയിരിക്കുന്ന ഈ ലഹരി മാഫിയ അത് കൃത്യമായി അത് ആസൂത്രണത്തിൻ്റെ ഭാഗമായി തന്നെ ഇത് പരസ്യമായി സിനിമകൾ ഉപയോഗിക്കുകയും ലഹരിയുടെ ഉപയോഗം സിനിമയിലൂടെ കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു ഗൂഢസംഘം ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന അണിയറ പ്രവർത്തകരുമായി മാറുന്ന ഒരു മേഖലയായി, അല്പം കൂടി തീവ്രമായി ജനങ്ങളിലേക്ക് എത്തുന്ന തരത്തിലേക്കുള്ള ഒരു മേഖലയായി സിനിമാ മേഖല മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. രോഹിണി, നമ്മൾ അത് കൃത്യമായി തന്നെ ഇതൊരു വലിയ നെക്സസ് ആണ് രോഹിണി. നേരത്തെ ഹരിദാസ് സാർ പറഞ്ഞ 2 കാര്യങ്ങൾ മറന്നു പോകാതിരിക്കാനാണ്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തിൽ എനിക്കൊരു വിയോജിപ്പുണ്ട്. എന്താത്, ഇത് പ്രതിപക്ഷവും വിഭാഗവും അതുപോലെ തന്നെ റിട്ടയർഡ് അധ്യാപകരും പോലീസ് ഉദ്യോഗസ്ഥരും അടങ്ങുന്ന വലിയൊരു ടീമിനുണ്ടാക്കണം എന്ന് പറഞ്ഞു. അതിൽ അദ്ദേഹം പറഞ്ഞു സിനിമാക്കാരെ കൂടി ഉൾപ്പെടുത്തണം. വേണ്ട സാറേ, അവരെ കൊണ്ട് ഇപ്പം തന്നെ തൊഴിലില്ലാത്ത അവസ്ഥയാണ്. ഇനി അവരെ കൂടി ഉൾപ്പെടുത്തിയിട്ട് ഇത് വീണ്ടും ആ ടീമും കൊളായി പോവുള്ളൂ. കാരണം എല്ലാ സിനിമക്കാരും പറയല്ല, ഇപ്പോഴത്തെ മുഖ്യ യുവതലമുറയുടെ വക്താക്കളെന്ന് പറയപ്പെടുന്ന വിഭാഗക്കാരെ കൃത്യമായി നിരീക്ഷിച്ചാൽ പ്രതിസന്ധികൾ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കും. രോഹിണി ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ അതേപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, ഒരു പെൺകുട്ടി ആൺകുട്ടിയുടെ പോലീസ് സ്റ്റേഷനിൽ പോയി മയക്കുമരുന്ന് കേസുകളിൽ പ്രതിയാണോ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു.
ആൺകുട്ടികൾക്കും അതേ അവസ്ഥ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ പോയി ചോദിക്കേണ്ടി വരുന്നൊരു സാഹചര്യം കൂടി നമ്മുടെ അവിടെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രയാസം എന്നുള്ളത്. അടുത്തൊരു കാര്യത്തിലേക്ക് സിനിമയിലേക്ക് വരികയാണെങ്കിൽ എങ്ങനെയാണ് ഈ സിനിമാ വ്യവസായത്തിനകത്ത് ഇതൊരു വലിയ താരമായി മാറുന്നത്? സിനിമയിൽ വിവിധ താരങ്ങളും ഒപ്പം തന്നെ ഒരു താരമായി MDMA-യും ഈ ഹൈബ്രിഡും ഈ സിന്തറ്റിക്കും ഒരു താരമായി വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ എന്ന് പറഞ്ഞാൽ അത് പണ്ട് മുതലേ അങ്ങനെയാണല്ലോ. സിനിമാ മേഖല എന്ന് പറയപ്പെടുന്ന മേഖല ഒരു ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടൊരു സെറ്റ് ഉണ്ടാവുകയാണെങ്കിൽ അതൊരു സെലിബ്രിറ്റി ഇടമായിട്ടാണ് എല്ലാവരും കാണുക. അവിടേക്ക് കണ്ടിട്ടില്ലേ, അവിടേക്ക് കടക്കരുത്, ഇവർ അങ്ങനെ കെട്ടിവെക്കും, നമ്മുടെ നടക്കാൻ പോലും അവർ ചിലപ്പോൾ അവർ സമ്മതിച്ചില്ല. കാരണം എന്താണ്, അത് സീനിൽ വരും, അതുകൊണ്ട് മാറി നിൽക്കൂ എന്നൊക്കെ പറഞ്ഞ് ഇവർ ജാതി പഠിപ്പിക്കലേക്കില്ല. അപ്പോൾ ആളുകൾ പതുക്കെ മാറി നിൽക്കും, അയ്യോ സീനിൽ എങ്ങാനും പെട്ടാലോ. അപ്പോൾ ഇതിനങ്ങനത്തെ ഒരു ചങ്ങല അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഒരു അതിർത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് ആരും കടന്നു ചെല്ലില്ല. അപ്പോൾ അവിടെ ഇങ്ങനെ സുഖമായിട്ട് വിഹരിക്കാം, സ്വാഭാവികമായിട്ട് ചോദ്യം ചെയ്യാൻ ആരുമില്ല. മാത്രമല്ല ഇത് കഴിച്ചിട്ട് കിളി പോയി വരുന്നവൻ അവിടെ ആരാധകരല്ലേ, അപ്പോൾ ആളുകൾക്ക് കൂടുതൽ അട്രാക്ഷൻ ഉണ്ടാവും. അപ്പൊ ഈ ആരാധക വൃന്ദത്തിന് മുന്നിലും ഇതൊരു പ്രയാസമല്ല, ഇതൊരു ചോദ്യവുമില്ലാത്ത സ്ഥലമായി മാറുന്നു. മാത്രമല്ല ഇത് കൈകാര്യം ചെയ്യുന്നതിന് കേരവൻ സംസ്കാരങ്ങൾ വരുന്നു. ഒപ്പം തന്നെ ഇവർക്ക് കൊടുത്തിട്ടുള്ള റൂമുകൾ അടക്കമുള്ള കാര്യങ്ങളിൽ ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നതിനും കൂടുന്നതിനും മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും പ്രയാസമില്ലാതെ വരുന്നു. അപ്പൊ ഇതിനകത്ത് സാഹചര്യങ്ങൾ അനുകൂലമായി വരുമ്പോൾ അവിടെ കൂടുതൽ ഉപയോഗം വരുന്നു എന്നുള്ളതാണ്. അവിടെ ഈ മേഖലയിലെ വ്യക്തമായിട്ട് ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ ഇതിനെ നമ്മൾ മീൻ പിടിക്കാൻ പോവില്ലേ ചില ആൾക്കാർ, എന്ത് ചൂണ്ടലും കൊണ്ടുപോകില്ലേ, അതേപോലെ തന്നെ നേരത്തെ നമ്മൾ ഈ ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു വിഭാഗം, ആ വിഭാഗം കൃത്യമായിട്ട് ഈ ചൂണ്ടൻ പിടിച്ചിരിക്കുകയാണ്. ആരാണ് ഇതിനകത്ത് ചൂഞ്ചയിലുള്ളതെന്ന് വെച്ചാൽ അവനെ അങ്ങോട്ട് ചൂണ്ടുക, ആ ചൂണ്ടിയിട്ട് അതിന്റെ തലച്ചോറ് അങ്ങോട്ട് വെടുപ്പാക്കുന്ന ഒരു ശൈലിയിലേക്കും ഈ വിഭാഗം പോകുന്നുണ്ട് എന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇടപെടുന്നത്. ചർച്ചയുടെ സമയം ഇവിടെ പൂർണ്ണമാകുകയാണ്, അതുകൊണ്ടാണ് ഇടപെട്ടത്. മദ്യവും ലഹരിയും ഉപയോഗിക്കുന്ന നായകനും സിനിമകളിലുടനീളം ഇവയുടെ ഉപയോഗം തിരുകി കയറ്റുന്നതും തികച്ചും ബോധപൂർവമായ ഒരു നീക്കം തന്നെയാണ്. ഒരു തലമുറയെ മുഴുവൻ വിഷലിപ്തമാക്കുന്ന ഇത്തരം തിരക്കഥകളെ നാം തിരിച്ചറിഞ്ഞേ മതിയാകൂ. പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ജനം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും നമസ്തേ.